Hello, good evening, everybody. Good evening, Anagha. All of you, good evening. Audible and visible, right? Everybody. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കേൾക്കാമോ? അമൃത, ഹായ്. Am I audible? Hello. ഹായ് 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 ഹായ്. കാണാമോ? കേൾക്കാമോ? I'm visible to you, right? നിങ്ങൾക്ക് എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്റെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ഹെഡിങ്ങും എന്നെയും കാണാൻ പറ്റുന്നുണ്ടോ? അമൃത. സോ ഐ എം ആസ്കിങ് യു, കേൾക്കാൻ മാത്രമാണോ പറ്റുന്നത് അതോ കാണാനും കൂടി പറ്റുന്നുണ്ടോ എന്ന് കൂടി പറയണേ. പെട്ടെന്ന് റിപ്ലൈ ചെയ്താ. കാണാമോ? യെസ് യെസ്. അതായത് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്നൊന്ന് ചാറ്റ് തന്നത്. ലൈക്ക് ഐ കൻ ഓൺലി റീഡ് യുവർ കമന്റ്സ്. ശ്രീലാൽ, ഹസ്ന പറയടാ. റെഡി അല്ലേ? ഈസ് എവറിത്തിങ് സെറ്റ്? ലിയാന, ഹസ്ന, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ എന്നാണ്. എന്റെ സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് എഴുതിയ ഹെഡിങ് നിങ്ങൾ കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. യെസ്. ഗോപികയ്ക്ക് കാണാൻ കേൾക്കാം, ബാക്കിയുള്ളവർക്ക് കേൾക്കാനും കാണാനും പറ്റുന്നില്ല. വെയിറ്റിംഗ് എന്നാണ് പ്രജുനക്ക് കാണിക്കുന്നത്. റിയലി? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. അമൃതക്ക് കാണാൻ കേൾക്കാം. സോ ചിലർക്ക് മാത്രം ഇഷ്യൂ ഇല്ല, ബാക്കി വരുന്ന കുട്ടികൾക്ക് ഇഷ്യൂ. അങ്ങനെയാണോ? ലിയാനക്ക് കാണാൻ പറ്റുന്നില്ല. സി ദാറ്റ് ഈസ് വൈ ഐ എം ആസ്കിങ് യു. ഐ എം ഓൾസോ ഫീലിംഗ് സം കൈൻഡ് ഓഫ് ട്രബിൾ ഹിയർ. ഓൾ സെറ്റ്. കേൾക്കുന്നില്ല, അനഘയ്ക്ക് കേൾക്കുന്നില്ല. കീർത്തന ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഷീ ഈസ് ഏബിൾ ടു ഹിയർ മീ ഓർ നോട്ട്. കാണുന്നില്ല അനഘയ്ക്ക്. ഓക്കെ, എനിക്ക് ഓക്കെയാണ്. ഗോപികയ്ക്ക് ഓക്കെയാണ്. കാണാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. മാം വന്നോന്ന് ശ്രീലാല് ചോദിക്കുന്നു. ഐ എം ഓൾറെഡി ഹിയർ. ഓ മൈ ഗോഡ്, വാട്ട് ക്യാൻ ഐ ഡു? സെറ്റായി. കീർത്തനൊക്കെ റെഡിയാണ്? കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? ഹസ്ന എന്താ ഉഷാറായിട്ട് പഠിക്കല്ലേ? ലിയാനൊക്കെ ഒരു പോസ്റ്റർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കീർത്തനക്ക് കേൾക്കാം. കീർത്തനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വാട്ട് അബൌട്ട് ഷിഫാന? ഹസ്നയ്ക്കായിട്ടില്ല. കെൻ ഈസ് പ്രസന്റ്. ഓക്കെ, ലെറ്റ് us വെയിറ്റ് ഫോർ ലിറ്റിൽ മോർ ടൈം. എല്ലാവർക്കും ഇത് ശരിയാവുന്നുണ്ടോ നമുക്ക് നോക്കാം. എല്ലാവരും ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കുക. കീർത്തനക്ക് പറ്റുന്നുണ്ട്. യെസ്. ചിലർക്ക് മാത്രം പറ്റുന്നു, ചിലർക്ക് മാത്രം പറ്റുന്നില്ല. ഐ കാൻ സ്റ്റാർട്ട് അല്ലേ? എല്ലാവരുടെയും ഇപ്പൊ റെഡിയായി. സഫ ബീവിക്ക് റെഡിയായി. പക്ഷെ ലിയാനക്ക് കാണാനും കേൾക്കാനും പറ്റുന്നില്ല, ഫോണിൽ കിട്ടുന്നില്ല. ബാക്കിയുള്ളവർ ലാപ്ടോപ്പിലാണോ? അതുകൂടി ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ കൊള്ളാം. അതായത് ഈ കിട്ടുന്നവരൊക്കെ ഫോണിലാണോ ലാപ്ടോപ്പിലാണോ ഉള്ളത് എന്ന് കൂടി. ലാപ്പിൽ കിട്ടുന്നുണ്ട്. അബ്ദു പറഞ്ഞിരിക്കുന്നത് ലാപ്പിൽ കിട്ടുന്നുണ്ട്. പുണ്യക്ക് കാണാം, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. യെസ് യെസ്. അപ്പോ ഫോണില് ആണോ കിട്ടാത്തത്, ലാപ്പിൽ കിട്ടുന്നു, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഓക്കെ ആണോ? കിട്ടുന്നില്ല. ലാപ്പിൽ കിട്ടുന്നില്ല, ഫോണിൽ കിട്ടുന്നു. ഹസ്നക്ക് ഒന്നും കാണാനില്ല, ഒന്നും കാണാനില്ല. ഉവൈസിന് കിട്ടുന്നില്ല. ഈസ് ദാറ്റ് ദ സെയിം ഉവൈസ് ഇൻ അവർ ബാച്ച്, ഫ്രം അവർ ബാച്ച്? ലിയാനക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ എല്ലാവർക്കും റെഡിയല്ലേ? ഇപ്പൊ എല്ലാവർക്കും റെഡിയല്ലേ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ?
ക്ലിയർ ആണ്, ക്ലിയർ ആണ്. യെസ് യെസ് യെസ്. റീഫ്രഷ് ചെയ്ത് നോക്കി, എല്ലാരും റീഫ്രഷ് ചെയ്ത് നോക്കുക. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ ഒരു ലൈവ് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? സൈലന്റ് ജെഇയിൽ കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും അത് പോൾ ചെയ്യാം. നമുക്ക് അതിന്റെ റിസൾട്ട് നോക്കാം. എല്ലാരും ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ യെസ്, ഇപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ കുറെ മെസ്സേജ് വരുന്നുണ്ട്. എല്ലാരും ഒന്നുകൂടി കയറുക. രണ്ടിലും ഇപ്പൊ റെഡി ആണെന്ന് അബ്ദുവിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സോ വി ആർ സ്റ്റാർട്ടിങ്. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഒന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം എന്നത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓൾറെഡി അല്ലെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല ധാരണയുണ്ട്. ബിക്കോസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്, മോഡേൺ ആറ്റമിക് സ്ട്രക്ചറിലേക്ക് വന്നിരിക്കുന്നതിനെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പൊ ആദ്യം ഡാൽട്ടന്റെ ആറ്റോമിക് തിയറി കഴിഞ്ഞ്, പിന്നെ അതിന്റെ അല്ലെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അവരുടെ ഫീച്ചേഴ്സ് പഠിച്ച്, ഐസോടോപ്പുകൾ, ഐസോബാറുകളും ഇവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വി ആർ മൂവിങ് ഇൻ ടു ദി ബോർ മോഡൽ. അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ്, ബോർ മോഡൽ എന്താണ്, സ്പെക്ട്രം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് യെസ്, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതില് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ എസ്പെഷ്യലി ബിഫോർ ദിസ് നമ്മളിപ്പോ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത്, ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തായാലും എനർജി കാൽക്കുലേഷൻ വരും. ഇപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ് ക്വാണ്ടം മെക്കാനിക്സിലെ മാത്തമെറ്റിക്കൽ ഫോമിൽ നമ്മൾ എഴുതുന്നത്, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, അങ്ങനെയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലെങ്കിൽ E ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്ന് നമ്മൾ എഴുതാറുണ്ട്, ശരിയല്ലേ? യെസ്. സോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം എച്ച് സി എന്നുള്ളത് ചെയ്യലാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, H into C എന്നുള്ളത് നമുക്കറിയാം 6.626 into 10⁻⁻34 into 3 into 10⁸8 ആണ് എന്നുള്ളത് നമുക്കറിയാം. അത് ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 19.878. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ into 10⁻26 ഇതാണ് എച്ച് സി ചെയ്യുമ്പോൾ കിട്ടുക. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എനർജി ജൂളിൽ കിട്ടണം. എനർജി ജൂളിൽ കിട്ടുന്നതിന് വേണ്ടി എച്ച് സി ബൈ ലാംഡയിലെ ലാംഡ മീറ്ററിലും എച്ച്യുടെയും സിയുടെ ഒക്കെ വാല്യൂ നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങാനും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലാംഡയുടെ വാല്യൂ 3 ആയി ബന്ധപ്പെട്ടിരിക്കുന്ന 300 നാനോമീറ്റർ അല്ലെങ്കിൽ 300 ആങ്സ്ട്രം ഓർ ഏതെങ്കിലും 3യുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് ക്യാൻസൽ ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് 6.626 into 10⁻34 into 3 into 10⁸8 ബൈ ലാംഡയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലാംഡ 3 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് നീട്ടി എഴുതിയിട്ട് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഇനി അഥവാ ലാംഡയുടെ വാല്യൂ 626 എന്ന് പറയുന്ന നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാം. അതല്ലാത്ത പക്ഷം നമ്മൾ എന്തായാലും എച്ചും സിയും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എച്ച് സിയുടെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. വേർ യു ആർ ഗെറ്റിംഗ് ദി എനർജി ഇൻ ജൂൾ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എച്ച് സിയുടെ വാല്യൂ ജൂളിലായിരിക്കും കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപക്ഷെ നിങ്ങളോട് ഇലക്ട്രോൺ വോൾട്ടിൽ കണ്ടുപിടിക്കാൻ, ഇവിയിൽ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടുന്ന വാല്യൂവിനെ 1.6 into 10⁻⁻19 വെച്ച് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ, അതിൽ എച്ചും സിയും ലാംഡയും ഒക്കെ SI യൂണിറ്റിൽ എടുക്കുമ്പോഴാണ് ജൂളിൽ കിട്ടുക. ഡിവൈഡഡ് ബൈ 1.6 into 10⁻⁻19 ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ ചെയ്തിരിക്കുന്ന എച്ച് സി ബൈ 1.6 into 10⁻⁻19 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും, which is 1.24 into 10⁻⁻6. ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. സോ എച്ച് സി ബൈ ലാംഡ ഇൻറ്റു 1.6 into 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ടിൽ ചെയ്യുമ്പോൾ 1.24 into 10⁻⁻6 എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റെഡി? ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എച്ച് സിയുടെ വാല്യൂ, അതുപോലെ തന്നെ ഇലക്ട്രോൺ വോൾട്ടിൽ കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള വാല്യൂ 1.24 into 10⁻⁻6 എന്നുള്ള ഇലക്ട്രോൺ വോൾട്ടിൽ ചെയ്യുമ്പോഴുള്ള വാല്യൂ രണ്ട് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടി റെഡിയാവും.
അതുപോലെ തന്നെ കാൽക്കുലേഷൻ ടേമിലാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതും ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ കൈനറ്റിക് എനർജി, യു റിമെമ്പർ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ട്. ഈ മെറ്റലിലേക്ക് അല്ലേ ഒരു ലൈറ്റ് ഓഫ് സർട്ടൻ ഫ്രീക്വൻസി കൊടുത്താൽ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് വിച്ച് ആർ നോൺ ആസ് ഫോട്ടോ ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ത്രെഷോൾഡ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഈ ഒരു റിലേഷന്റെ അടിസ്ഥാനത്തിൽ JEE മെയിനില് ചോദിക്കാറുണ്ട്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൈനറ്റിക് എനർജി നമ്മൾ ഹാഫ് mv² വെച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഒബ്വിയസ്ലി ജൂളിനാണ് കിട്ടുക. ഇതേ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് ഇലക്ട്രോണിന്റെ കേസിൽ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്, ജൂളിലാണ് കിട്ടുക. അപ്പൊ ഇലക്ട്രോൺ തെറിച്ചു പോകുന്നത് കൊണ്ട് തന്നെ മാസ് 9.1 × 10⁻³ കിലോഗ്രാം ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? റെഡിയല്ലേ? യെസ്. അപ്പൊ ഈ കേസില് എങ്ങാനും കൈനറ്റിക് എനർജി നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടണമെങ്കിൽ അഗൈൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഹാഫ് mv² ഡിവൈഡഡ് ബൈ 1.6 × 10⁻19 കൊടുക്കണ്ടേ? അഥവാ മാസം 9.1 × 10⁻31 2 ഇതൊക്കെ ചെയ്ത യു ഗെറ്റ് 2.84 × 10⁻12 എന്ന് നിങ്ങൾക്ക് കിട്ടും. അത് ഇലക്ട്രോൺ വോൾട്ടിലാ കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളോട് ഇലക്ട്രോൺ വോൾട്ടിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പൊ അത് ഈ സൗണ്ട് ക്ലിയർ അല്ലേ? പറഞ്ഞിരിക്കുന്ന സൗണ്ട് ക്ലിയർ അല്ലേ? റെഡി? യെസ്. അപ്പൊ ഈ സാധനങ്ങൾ നിങ്ങൾ പഠിച്ചല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ. ആ സ്പെക്ട്രത്തില് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ കണ്ടുപിടിക്കുന്നത് പ്രത്യേകം ഓർമ്മിക്കുക. ΔN × ΔN+1/2 ആണ്. ഇത്രയും കാര്യങ്ങളാണ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ബാക്കി നമുക്ക് വഴിയെ ചോദ്യങ്ങൾ നോക്കുന്നതിനനുസരിച്ചിട്ട് കാണാം. മാത്രമല്ല ഐ ഓൾസോ റെക്കമെൻഡ് യു ടു റിമെമ്പർ ദിസ്. അത് കഴിഞ്ഞ് നിങ്ങൾ ബോർ മോഡലിലേക്ക് വരുമല്ലോ. ബോർ മോഡലിൽ വരുമ്പോൾ റേഡിയസ് കാണാൻ പഠിക്കുന്നുണ്ട്, വെലോസിറ്റി കാണാൻ പഠിക്കുന്നു, എനർജി കാൽക്കുലേഷൻ പഠിക്കുന്നു, പിന്നീട് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റിയും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ബോർ മോഡലിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യു നോ ദാറ്റ് എനർജി എന്ന് പറയുന്നത് -RH(z²/n² ആണെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങളുടെ n വാല്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ എടുത്തിരിക്കുന്നത് n വാല്യൂ ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ n വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ -RH/n² × z² എന്ന് പറയാം. ആൻഡ് വാട്ട് ഈസ് RH/n²ന്റെ വാല്യൂസ് പഠിക്കുക, which is 13.6 for n is equal to 1, 3.4 when n is equal to 2, 1.51 when n is equal to 3, 0.85 when n is equal to 4, and you have 0.544 when n is equal to 5. ഇതും പഠിച്ചാൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ വളരെ എളുപ്പത്തിലായിരിക്കും. റെഡി? കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. Let us move to the few questions and then discuss it in detail. Okay, നമ്മൾ കുറേ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. So see this question, give the answer. The difference between the radii of the third and fourth orbits of lithium is delta R1. ലിഥിയത്തിന്റെ കേസിലുള്ള റേഡിയസിന്റെ ഡിഫറൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം റേഡിയസ് എന്ന് പറഞ്ഞാൽ R0 or A0 n²/z ആണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. റെഡി അല്ലേ? യെസ് ലിയാന, വെരി ഗുഡ്. അപ്പൊ അതില് ലിഥിയത്തിന്റെ കേസിലുള്ള ഡിഫറൻസ് നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. തേർഡ് ആൻഡ് ഫോർത്ത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഐ വിൽ റൈറ്റ് ഫോർത്ത് റേഡിയസ് മൈനസ് തേർഡ് റേഡിയസ് എടുത്താൽ R0/z കോമൺ ആണ്. n² എടുത്തു കഴിഞ്ഞാൽ 4² - 3² എന്ന് എഴുതേണ്ടി വരും, which is equal to R0/z 16 - 9. That അല്ലേ? 16 - 9 ആണ്, which is 7. So you get 7 R0/z എന്ന് കിട്ടും. അപ്പൊ ഡെൽറ്റ R1 എന്ന് പറയുന്നത് you got it. Then next, the difference between radii of third and fourth orbit of helium ആണ് ചോദിക്കുന്നത്. ഹീലിയത്തിന്റെ കേസിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം തന്നിരിക്കുന്നത് ലിഥിയം ആണ്. ലിഥിയത്തിന്റെ കേസിൽ 7 R0/z. What is z for lithium? You get 3. So this is 7/3 R0. രണ്ടാമത്തത് നിങ്ങളോട് ഹീലിയത്തിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഹീലിയത്തിന്റെ കേസിൽ R4 മൈനസ് R3 ചെയ്യുമ്പോൾ again R0 by Z 4 square minus 3 square എന്ന് വരും. Or it is 7 R0 by Z which is equal to 7 R0 by what is Z? It is 2. അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ചോദ്യം എന്താ? ഡെൽറ്റ R1 by ഡെൽറ്റ R2 ആണ് which is equal to yes 7 R0 by 3 by 7 R0 by 2 which is finally equal to 2 by 3. അപ്പൊ ആൻസർ C ആന്ന് കിട്ടി. വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമൊന്നും അല്ല. ഡിഫറൻസ് കാണുന്നു, എളുപ്പത്തില് ചെറിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ? യു ആർ ഗെറ്റിംഗ് സി. റെഡി? അപ്പൊ നിങ്ങൾ ഈ സെഷൻ പ്രാക്ടീസ് സെഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്. യു ഡു ഇറ്റ് അഗൈൻ യു ഡു ഇറ്റ് ആൻഡ് തറോ ദി കോൺസെപ്റ്റ്. റെഡി അല്ലേ? അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. Among the following, the energy of 2s orbital is lowest in. Okay, Abdu, പറയടാ. Among the following, energy of the 2s is lowest in. ഏറ്റവും ലോവസ്റ്റ് എനർജി തന്നിരിക്കുന്നതിൽ ഏതിലാണെന്നാണ് ചോദ്യം. 2s ഓർബിറ്റൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എനർജി കൺസിഡർ ചെയ്യുമ്പോൾ എന്തായാലും നമുക്കറിയാം എനർജി എസ്പെഷ്യലി വെൻ യു ഹാവ് 1 ഇലക്ട്രോൺ സിസ്റ്റം എനർജി ഈസ് ഈക്വൽ ടു മൈനസ് RH Z² by n² എന്ന് നമുക്ക് ബോർ മോഡൽ പ്രകാരം എഴുതാൻ പറ്റും. ആൻഡ് ഹിയർ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എനർജിയുടെ ബേസിൽ n എന്ന് പറയുന്നത് സെയിം അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ സെയിം ഓർബിറ്റലും അഥവാ സെയിം എനർജി ലെവലാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനർജി n എന്ന് പറയുന്നത് സെയിം ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. സോ E ഈസ് പ്രൊപ്പോർഷണൽ ടു Z² എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, Z-ന്റെ വാല്യൂ കൂടിയാൽ, ഇതാണല്ലോ എക്സ്പ്രഷൻ, Z-ന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എനർജി കൂടും. എനർജി കൂടുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി E ബിക്കംസ് മോർ ആൻഡ് മോർ നെഗറ്റീവ്. ശരിയല്ലേ? കാരണം എനർജി നെഗറ്റീവ് വാല്യൂ ആണ്. Z കൂടുന്നതിനനുസരിച്ച് കൂടുതൽ നെഗറ്റീവ് ആവുന്നത് കാണാം. ഇതാണ് മനസ്സിലാവേണ്ടത്. നെഗറ്റീവ് വാല്യൂ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദേ ആർ കമ്മിങ് ക്ലോസർ ടു ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് നെഗറ്റീവ് വാല്യൂ കൂടി വരിക. കാരണം ഫ്രീ ഇലക്ട്രോൺ ആലോചിച്ച് നോക്കുക. ഫ്രീ ഇലക്ട്രോണിനെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഒന്നുമില്ലാത്ത ഒരു സിംഗിൾ ഇലക്ട്രോണിനെ സംബന്ധിച്ച് അതിന്റെ എനർജി 0 ആയിട്ട് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന്റെ അട്രാക്ഷനിലേക്ക് വരുമ്പോൾ എനർജി നെഗറ്റീവ് ആണ്. മോർ ആൻഡ് മോർ നെഗറ്റീവ്, മച്ച് ക്ലോസർ ടു ദ ന്യൂക്ലിയസ്. അതാ മനസ്സിലാക്കേണ്ടത്. ദിസ് ഈസ് ക്ലോസർ ടു ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ഷെല്ലുകളും നോക്കിയാൽ നമുക്കറിയാം നെഗറ്റീവ് വാല്യൂ ആണ്. ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് എനർജി കുറവ് എന്നാ. ന്യൂക്ലിയസിന് ദൂരെയുള്ളതിനല്ലേ എനർജി കൂടുതൽ. എക്സൈറ്റേഷൻ ഒക്കെ വരുമ്പോൾ നമ്മളത് പറയാറുണ്ട്. ദൂരെയാണെങ്കിൽ എനർജി കൂടുതലായിരിക്കും, ന്യൂക്ലിയസിന് അടുത്ത് വരുന്നതിനനുസരിച്ച് എനർജി കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ഐഡിയ ഇത് മാത്രമേ ഉള്ളൂ. Z കൂടുന്നതിനനുസരിച്ച് എനർജി ഓഫ് ഓർബിറ്റൽ ഡിക്രീസസ്. ദാറ്റ് ഈസ് എ ഫൈനൽ കൺക്ലൂഷൻ. മനസ്സിലാവുന്നുണ്ടോ? സോ യു ഫോക്കസ് ഓൺ ദി ഓർബിറ്റൽ. സോ വെൻ Z increases, energy becomes more and more negative. They come closer to the nucleus. ന്യൂക്ലിയസിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ for that orbital their energy is taken to be decreasing. അതുകൊണ്ട് എനർജി ഓഫ് ഓർബിറ്റലുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏതിനാണോ Z വാല്യൂ കൂടുതൽ വരുന്നത് അതിന്റെ എനർജി കുറവായിരിക്കും. കെയുടെ Z വാല്യൂ 19 ആണ്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. ലിഥിയം ഈസ് 3 ആൻഡ് സോഡിയം ഈസ് 11. ഈ കാര്യം നമുക്കറിയാം. അതുകൊണ്ട് എനർജി ഏറ്റവും കൂടുതൽ Z വാല്യൂ കുറവുള്ള ഹൈഡ്രജൻ ആയിരിക്കും. Then you have lithium, then you have sodium, then you have potassium. അപ്പൊ ഏറ്റവും കുറവ് ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യു ഗെറ്റ് ഓപ്ഷൻ എ. അപ്പൊ അൻസിങ്ങിന് പറഞ്ഞത് ക്ലിയർ ആയോ? എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി? ഇവിടെ നമ്മൾ ആ നെഗറ്റീവ് സൈന് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. റെഡി? ഡൗട്ട് ഇല്ലല്ലോ. അടുത്തൊരു ചോദ്യം. What is the work function of the metal if light of wavelength 4000 angstrom generates photoelectrons of velocity 6 into 10 raised to 5 meter per second from it? ഇതാണ് ചോദ്യം. മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ലൈറ്റ് നമുക്കറിയാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈസ് ഗിവൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഓൾസോ ഗിവൺ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ നമ്മൾ ഫൈ അല്ലെങ്കിൽ E0 ആയിട്ടാണ്. E0 ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇഫ് നമ്മുടെ കയ്യിലുള്ള
ഒരു മെറ്റലിലേക്ക് ഇഫ് ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 4000 ആങ്സ്ട്രം ജനറേറ്റ്സ് എ ഫോട്ടോൺ ഓഫ് വെലോസിറ്റി 6 × 10⁵ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾക്ക് റിലേഷൻ അറിയാം. ടോട്ടൽ എനർജി സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ E0 പ്ലസ് കൈനറ്റിക് എനർജി ആണെന്ന് മനസ്സിലാക്കണം. ഓപ്ഷൻ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഇലക്ട്രോൺ വോൾട്ടിലാണ് ആൻസർ പറയേണ്ടത്. അതുകൊണ്ട് ഇലക്ട്രോൺ വോൾട്ടിലുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നതാണ് നല്ലത്. ചോദ്യം E0 കണ്ടുപിടിക്കാനാണ്. അപ്പൊ E0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി മൈനസ് കൈനറ്റിക് എനർജി ചെയ്താൽ മതി. അപ്പൊ അതിനാദ്യം നിങ്ങൾ ടോട്ടൽ എനർജി കാണണം. ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ്. സോ എനർജി ഈസ് ഈക്വൽ ടു hc/λ ആണ്. അതിൽ ഞാൻ hc/λ ഇലക്ട്രോൺ വോൾട്ടിൽ കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇലക്ട്രോൺ വോൾട്ടിലാണ് കാണണമെങ്കിൽ hc/1.6 × 10⁻⁹ ചെയ്യുമ്പോൾ 1.24 × 10⁻⁶/λ കൊടുത്താൽ മതി. ലാംഡ എത്രയാ? 4000 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4 × 10⁻⁷ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ലാംഡ നിങ്ങൾ മീറ്ററിൽ തന്നെ ആക്കി എഴുതിയാൽ മതി. ആ കിട്ടുന്ന ഫൈനൽ വാല്യൂവിനെ നമ്മൾ ഡയറക്റ്റ് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എത്ര ആൻസർ വരിക? 10⁻⁷ പോയി അത് മേലേക്ക് വരും. സോ ദിസ് ഈസ് 12.4/4. അത് എത്രയാ വരുന്നത്? വിച്ച് ഈസ് 6.2/2 ഓർ ദിസ് ഈസ് 3.1. യു ഗെറ്റ് 3.1 ഇലക്ട്രോൺ വോൾട്ട്. ഞാൻ പറയുന്നത് കാൽക്കുലേഷൻ എളുപ്പമാവാൻ ഇതാ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എച്ചും സിയും ചെയ്ത് 1.6 വെച്ച് വീണ്ടും ഡിവൈഡ് ചെയ്യണം. ഞാൻ 1.6 × 10⁻⁹ വെച്ച് ഡിവൈഡ് ചെയ്ത് ഇലക്ട്രോൺ വോൾട്ടിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി 3.1 ഇലക്ട്രോൺ വോൾട്ട്. ആൻഡ് നൗ സീ ടോട്ടൽ എനർജി നമുക്ക് കിട്ടി. അടുത്തത് കൈനറ്റിക് എനർജി കിട്ടണം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 12 mv² അല്ലേ? എഗെയിൻ അത് ജൂളിലാ കിട്ടുക. അതിനെ നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോൺ വോൾട്ടിലേക്കാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ യു നീഡ് ടു മൾട്ടിപ്ലൈ 2.81. ഓർമ്മിക്കുന്നില്ലേ? സോ ദിസ് ഈസ് 2.84 × 10⁻⁻². അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 10⁻⁻12 ആണ്. 2.84 × 10⁻⁻12. അതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്താ പറഞ്ഞത്? കൈനറ്റിക് എനർജീനെ ഡയറക്റ്റ് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി 12 mv² വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് ജൂളിലാ കിട്ടുക. നിങ്ങൾ അതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.6 × 10⁻⁻19 വെച്ച് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പൊ അത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് 2.84 × 10⁻⁻12 എന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാവുന്നതാണ്. സോ കൈനറ്റിക് എനർജി 2.84 × 10⁻⁻12 v². അപ്പോഴാണ് ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടുക. ഇനിയിപ്പോ എളുപ്പത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.84 × 10⁻⁻12 × v². 6×36 10⁵ × 10⁻10 ആണ്. സോ ദിസ് ഈസ് 2.84 × 10⁻2 × 36. And now you can do 2.84 × 36 നിങ്ങൾക്ക് ചെയ്യാം. എത്രയായിരിക്കും ആൻസർ കിട്ടുന്നതെന്ന് പറയാം. സോ ദിസ് ഈസ് 284 × 36 ചെയ്യുമ്പോൾ 12, 2 ബാക്കി 6 2 8. സോ യു ആർ ഗെറ്റിംഗ് യെസ് 10224 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് 1.0224 ആയിരിക്കും. ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇനി ആൻസർ എത്രയാന്ന് പറയാം. ഗോപികക്ക് ഇങ്ങനെ തന്നെ ചെയ്തിട്ടാണോ കിട്ടിയത്? അപ്പൊ നിലവിൽ നിങ്ങൾക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്. സോ E0 is equal to E minus kinetic energy. What is your E? 3.1 electron volt. What is your kinetic energy? 1.22 electron volt. അപ്പൊ അറൗണ്ട് നമുക്ക് 2.1 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും അല്ലേ? യു വിൽ ഗെറ്റ് 2.1 ഇലക്ട്രോൺ വോൾട്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇവിടെ അപ്രോക്സിമേഷനും ഫൈൻ ആണ്, കാരണം ഓപ്ഷനുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ അങ്ങനെ ശീലിക്കേണ്ടതില്ല. ഒന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് വാല്യൂസ് കൊടുത്തത് മനസ്സിലാവുന്നുണ്ട്. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറുന്നതിന് വേണ്ടിയാണ് എനർജീന്റെ അവിടെ 1.24 × 10⁻⁶ എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കൈനറ്റിക് എനർജിയും ഡയറക്റ്റ് മാറ്റുന്നതിനാണ് 2.84 × 10⁻12 വെച്ചിട്ട് v² വെച്ച് ചെയ്തത്. ക്ലിയർ ആണല്ലോ? സോ യു ഗെറ്റ് ഓപ്ഷൻ സി. സി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. റെഡി. സി ദ നെക്സ്റ്റ് വൺ. 2021 ചോദ്യമാണ്. ശ്രീലാൽ ഇത് പറഞ്ഞോളൂ. A 50 watt bulb
emits monochromatic light. റെഡ് ലൈറ്റ് ആണ് ഓഫ് വേവ് ലെങ്ത്. ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ 50 വാട്ട് ബൾബ് ഉണ്ട്. വാട്ട് എന്താന്നുള്ള കാര്യം നമുക്കറിയാം. ഇറ്റ് ഈസ് 50 ജൂൾ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 50 ജൂൾ ആണ്. പവറിനെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര എനർജി? 50 ജൂൾ പെർ സെക്കൻഡ്. അതിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 7.95 നാനോമീറ്റർ ഓർ 795 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 7.95 into 10⁻⁻7 മീറ്റർ ആണ്. It emits a number of photons. So you need to calculate the number of photons. Number of photons calculate ചെയ്യണം. അപ്പൊ നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊതുവെ എനർജി എന്ന് പറയുന്നത് hc/λ ആണ്. ഒരു ഫോട്ടോണിന്റെ n നമ്പർ ഓഫ് ഫോട്ടോണുകൾ ഉണ്ടെങ്കിൽ n hc/λ ആണ്. So number is equal to total energy divided by hc/λ എന്ന് നിങ്ങൾക്ക് ചെയ്യാം. What is your total energy? 50 joule divided by hc/λ ആണ്. hc ജൂളിൽ കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് h into c 19.878 into 10⁻⁻26 ആണ്. ലാംഡ മേലേക്ക് വരും. ലാംഡ is 7.95 into 10⁻⁻7. So just predict. What do you get? എത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഇതിനെ 8 ആയിട്ട് എടുക്കുകയാണ്. ബിക്കോസ് 7.95 is almost 8. വലിയ വ്യത്യാസം നിങ്ങൾക്ക് അതിൽ വരില്ല റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴും. 19.8 is again, that is your 20. അപ്പൊ 840 ഇവിടെ 400/20 into 10 to the power 10⁻⁻7 10⁻⁻26 മേലേക്ക് വരുമ്പോൾ 10⁻⁻19. So finally this is, you get 20 into 10⁻⁻19 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇത്രയും നമ്പറുകൾ കിട്ടും. അഥവാ ദിസ് ഈസ് 2 into അല്ലെ 2 into ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് 2 into 10⁻⁻19 അല്ല +19 ആണ്. നമ്പർ വളരെ വലുതായിരിക്കും. അപ്പൊ ഒരു 10 കൂടി പോയാൽ 10⁻20. സോ x into 10⁻20 2 എന്നാ കിട്ടുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. 2021 JEE Main ചോദിച്ചതുമാണ്, നമ്മൾ ചെയ്തതുമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? യെസ് യെസ്. സോ ദ ഫൈനൽ ആൻസർ ഷുഡ് ബി 2 ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ 10⁻20. അപ്പൊ 2 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. അതിൽ ഡൗട്ട് ഒന്നുമില്ല. റെഡി? യെസ് യെസ് യെസ്. നെക്സ്റ്റ്, എ സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ ഹീറ്റഡ് ഫിലമെന്റ് വാസ് പാസ്ഡ് അല്ലെ. അപ്പൊ 2 ചാർജ് പ്ലേറ്റ്സ് കെപ്റ്റ് അറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V. ഒന്നുമില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. E and M are the charge and mass of an electron. Then what is the value of h/λ? Where lambda is a wavelength associated with the electron wave. What do you call lambda as? ഒരു ഇലക്ട്രോൺ വേവിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇലക്ട്രോണിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവിനെ. ദാറ്റ് ഈസ് യുവർ മാറ്റർ വേവ്, റൈറ്റ്? ദാറ്റ് ഈസ് യുവർ ഡി ബ്രോഗ്ലി വേവ്. ഡി ബ്രോഗ്ലി വേവും അപ്പൊ h/λ ഡി ബ്രോഗ്ലി വേവ് ആണ് ലാംഡ സൂചിപ്പിക്കുന്നത്. അത് ഏതാണെന്നാണ് ചോദ്യം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു h/mv or it is h/p or it is h/√2m kinetic energy or it is h/√2m charge into potential difference അല്ലെ, qv. And here നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും h/λ is equal to √2m/qv എന്ന് പറയാം. where the charge അല്ലെ E ആണ് ചാർജ് എന്ന് പറയുന്നത്. so that is 2mev എന്ന് പറയാം, where v is the potential difference. This is a direct question. ഡയറക്റ്റ് ചോദ്യമാണ്. ഓപ്ഷൻ ബി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചോദ്യമാണ്. റെഡി? യെസ്. അടുത്തതിലേക്ക് പോവാം. This is a nice question. Yes. What do you get? If lambda 0 and lambda be the threshold wavelength and wavelength of incident light, ആലോചിക്കണേ. ലാംഡ 0 ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ്. അതുപോലെ ലാംഡ ഇൻസിഡന്റ് വേവ് ലെങ്ത് ആണ്. വെലോസിറ്റി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺ ഇജക്റ്റഡ് ഫ്രം ദ മെറ്റൽ സർഫേസ് ആണ് ചോദ്യം. വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നിലവിൽ നിങ്ങളുടെ ഇക്വേഷൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി മൈനസ് ത്രെഷോൾഡ് എനർജി ആണ്. യെസ്. അപ്പൊ അതിനുള്ള എക്സ്പ്രഷൻ മാത്രം കണ്ടാൽ മതി. സോ ദിസ് ഈസ് ഹാഫ് mv². കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് hc/λ ആൻഡ് hc/λ0. അപ്പൊ അതിൽ നിങ്ങൾക്ക് ലാംഡ hc കോമൺ ആണ്. hc 1/λ മൈനസ് 1/λ0 എന്ന് എഴുതാം. സോ ചോദ്യം വെലോസിറ്റിക്ക് ആയതുകൊണ്ട് v² ഈസ് ഈക്വൽ ടു hc 2hc/m. ദിസ് ഈസ് λ0 മൈനസ് λ/λ.
ലാംഡ 0 എന്ന് വരും. അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്കുണ്ട്. V is equal to square root of 2hc by m. Lambda 0 minus lambda by lambda. Lambda 0. You are getting this? അതായത് ഇത് ഡയറക്റ്റ് റീഅറേഞ്ചിങ് മാത്രമാണ് അല്ലെ. യു ആർ ഗെറ്റിംഗ് ദി ഓപ്ഷൻ വാട്ട്? യു ഗെറ്റ് ഓപ്ഷൻ സി. സി എന്ന ഓപ്ഷൻ കിട്ടി. യെസ് യെസ്, യു ആർ ഗെറ്റിംഗ് ഓപ്ഷൻ സി. അത്രയേ ഉള്ളൂ. വെരി ഗുഡ്. ആൻഡ് സി ദിസ് 2020 ഡയറക്റ്റ് ചോദ്യമാണ്. The region in the electromagnetic spectrum where the Balmer lines appear. ഇപ്പൊ സ്പെക്ട്രം നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്. സ്പെക്ട്രത്തിൽ നമുക്കറിയാം എക്സൈറ്റേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് യെസ് യു ഹാവ് എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ where so many series are possible, right? എന്തൊക്കെയായിരുന്നടാ സീരീസ്? ലെയ്മാൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ആൻഡ് ഹംഫ്രി. സോ ലെയ്മാൻ വിൽ ബി അറ്റ് ദി n is equal to 1 ലെവലിൽ വരുന്നത് ലെയ്മാൻ ആണ്. ചോദ്യം ഇതേ ഉള്ളൂ. ഇതിന്റെ ആൻസർ ഡയറക്റ്റ് പറയാം. ബാൽമർ സീരീസിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഏതാണ്? ലെയ്മാൻ സീരീസിൽ യെസ് യു വി വരും, ബാൽമറിൽ വിസിബിൾ വരും. ദാറ്റ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ളതൊക്കെ IR റീജിയനുകളിലാണ് വരുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ്, അപ്പൊ ഇതില് മിസ്റ്റേക്ക് ആവരുത്. ബാൽമർ സീരീസ് ഓൾവേസ് ഗിവ്സ് യു വിസിബിൾ ലൈറ്റ് ബിക്കോസ് യു ആർ ഹാവിംഗ് the transition from higher level to the second level. Ready. Yes. See the next one. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കുക. The shortest wavelength of hydrogen atom in the Lyman series is lambda 1. The shortest wavelength. You know that? ഇപ്പൊ നിങ്ങൾ സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ കയ്യില് കുറെ ലൈനുകൾ ഉണ്ടല്ലോ. സ്പെക്ട്രത്തിന്റെ നമ്പർ കാണുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. So you need to understand wavelength പറയുമ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി കൂടുതൽ എന്ന് അർത്ഥം. ഫ്രീക്വൻസി കൂടുതൽ എന്ന് പറഞ്ഞാൽ എനർജി കൂടുതലല്ലേ. അപ്പൊ എനർജി കൂടുതലാവുന്നത് ഇൻഫിനിറ്റ് ലെവലിൽ നിന്ന് താഴേക്ക് വരുമ്പോഴല്ലേ, ഏറ്റവും മേലെ നിന്ന് വരുമ്പോഴല്ലേ എനർജി ഗ്യാപ്പ് കൂടുക. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതില്. ഓക്കെ, അതുപോലെ നിങ്ങളോട് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളതാ. അപ്പൊ എനർജി അവിടെ ഏറ്റവും കുറവാ എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ട്രാൻസിഷൻ ആണ്. n+1 എന്ന് എന്നിലേക്കുള്ള ട്രാൻസിഷൻ. അപ്പൊ ആ ട്രാൻസിഷനുകളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ചെയ്യുന്നു നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ലെയ്മാൻ സീരീസ്. സോ യു അണ്ടർസ്റ്റാൻഡ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടുതലാണ്, എനർജി കൂടുതലാണ്. സോ ലെയ്മാൻ സീരീസിനെ സംബന്ധിച്ച് എനർജി കൂടുതൽ കിട്ടണമെങ്കിൽ ഇൻഫിനിറ്റി 1 വരണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു RH. ഹൈഡ്രജൻ ആറ്റം ആണ്, Z എഴുതേണ്ട കാര്യമില്ല. 1/n1² മൈനസ് 1/n2². ഇൻഫിനിറ്റി സ്ക്വയർ 0 ആണ്. 1/∞ 0 ആണ്. സോ യു അണ്ടർസ്റ്റാൻഡ് 1/λ ഈസ് ഈക്വൽ ടു RH ഓർ λ ഈസ് ഈക്വൽ ടു 1/RH. ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. റെഡി അല്ലേ? യെസ്. ഓർ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ ഈസ് ഈക്വൽ ടു RH. അത് ലെയ്മാന്റെ കാര്യമായി. എന്നിട്ട് ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാൽമർ സീരീസ് ഓഫ് ഹീലിയം? അപ്പൊ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി കുറവുള്ളതായിരിക്കണം. ബാൽമർ സീരീസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലെവലിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. അപ്പൊ നിയറസ്റ്റ് ട്രാൻസിഷൻ 3:1 ആണ്. ഗോപിക ഒന്നുകൂടി നോക്കണേ. നിയറസ്റ്റ് ട്രാൻസിഷൻ 3:1 ആ കിട്ടുക. സോ ദാറ്റ് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ വിച്ച് ഈസ് ഈക്വൽ ടു RH. Z സ്ക്വയർ, ഹീലിയത്തിന്റെ Z എത്രയാ? 2 ആ. അത് സ്ക്വയർ ചെയ്യുമ്പോൾ 4 കിട്ടൂലേ? 1/n1². n1 2 ആണ്. 2² 4 by 3² is 9. So this is equal to 4 RH. എത്ര കിട്ടി നിങ്ങൾക്ക്? ആ ഡിഫറൻസ് എത്ര കിട്ടി? 4 RH into you get 5/4 into 9. So this is finally 5/9 RH. അപ്പൊ നമുക്ക് കിട്ടുന്നത് 5/9 RH ആണ്. ഈസി. 5/9 RH എന്ന് പറയുമ്പോൾ RHന്റെ അവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? സി ഇഫ് ദിസ് ഈസ് ന്യൂ 1, ദിസ് ഈസ് ന്യൂ 2. സോ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് 5/9 ന്യൂ 1. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഈസി. സോ വാട്ട് ഈസ് യർ ആൻസർ? വാട്ട് ഈസ് ദ ആൻസർ യു ആർ ഗോയിങ് ടു ഗെറ്റ്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. വാട്ട് ഈസ് ന്യൂ 2 bar by ന്യൂ 1 bar? എത്ര നിങ്ങൾക്ക് കിട്ടുക? ദാറ്റ് ഈസ് 5/9. 5/9 യു ആർ ഗെറ്റിംഗ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു λ1/λ2. റെഡി അല്ലേ? അപ്പൊ λ2 എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 9/5 λ1 എന്ന് എഴുതാം. യു ആർ ഗെറ്റിംഗ് ആൻസർ സി, റൈറ്റ്? സി ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. യെസ് വിഷ്ണു, യുവർ ആൻസർ ഈസ് ഒബ്വിയസ്ലി സി. ദർ ഈസ് നോ ഡൗട്ട്. സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. റെഡി.
ഹീലിയം ആണ്. എക്സാക്ട്. ആ ഹീലിയത്തിന്റെ Z² പോയാൽ തന്നെ നമുക്ക് പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. വെപ്രാളം ചെയ്ത് പെട്ടെന്ന് തെറ്റിക്കരുത് കേട്ടോ. റെഡി? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒന്നുകൂടി നോക്കാം. ഫോർ ദി ബാൽമർ സീരീസ് ഇൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബാൽമർ സീരീസ് ആണ് പരിഗണിക്കുന്നത്. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു RH(Z²) 1/N1² മൈനസ് 1/N2² ആണ്. ഹൈഡ്രജൻ ആയതുകൊണ്ട് Z1 ആണ്. Z² എഴുതേണ്ട കാര്യമില്ല. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആർ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഒന്നാമത്തത്, ആസ് wavelength decreases the lines in the series converge. ബാൽമർ സീരീസിനെ മാത്രമേ നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. ബാൽമർ സീരീസിനെ മാത്രം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ച് ഇവര് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ അഥവാ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് സിംഗിൾ ലൈൻ ആവുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാം കൂടി കൂടിച്ചേരുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാൽമർ സീരീസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിലേക്കുള്ള സീരീസാണ്. വേവ് ലെങ്ത് വളരെ കൂടുതലായിരുന്നെങ്കിൽ, വേവ് ലെങ്ത് ആദ്യം കൂടുതലുള്ളത് ആലോചിച്ച് നോക്കാം, എന്നിട്ട് കുറവിലേക്ക് വരാം. വേവ് ലെങ്ത് കൂടുതലായിരുന്നെങ്കിൽ ഫ്രീക്വൻസി കുറവല്ലേ? ഫ്രീക്വൻസി കുറവ് അഥവാ എനർജി കുറവെന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ട്രാൻസിഷൻ ആണ്, 3:1 ആണ്. ശരിയാ. ഇനി വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ച് എനർജി കൂടൂലേ? എനർജി കൂടുക എന്ന് പറഞ്ഞാൽ 4:2 ആകും, 5:2 ആകും, 6:2 ആകും. എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ചിട്ട് ഇവരെല്ലാം പോസിബിൾ ആവും, അഥവാ ഇവരെല്ലാം കൂടി ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. which indicates when wavelength decreases, frequency increases. അങ്ങനെ ഫ്രീക്വൻസി കൂടി വരുമ്പോൾ ഈ സീരീസ് നിന്നൊക്കെ ട്രാൻസിഷൻ സംഭവിക്കും. അപ്പൊ ഇവരെല്ലാം സിംഗിൾ ലൈൻ ആയിട്ട് മാറാം. കാരണം എന്താ? നിങ്ങൾക്കറിയാം, എന്റെ കയ്യിലിരിക്കുന്ന ആറ്റത്തിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് ഇവർ അടുത്തടുത്തേക്ക് വരുമല്ലോ. അപ്പൊ വേവ് ലെങ്ത് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ട്രാൻസിഷൻ ദൂരേന്ന് പോകുന്നു എന്നാണ്. അപ്പൊ ഇവർ അടുത്തടുത്ത് വരും. സോ ദാറ്റ് അവർ ക്ലബ് ചെയ്തിട്ട് കൺവേർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ദർ ഇസ് ഓൾവേസ് എ പോസിബിലിറ്റി, ദർ ഇസ് എ ടെൻഡൻസി ടു മീറ്റ് അറ്റ് എ പോയിന്റ്. എല്ലാവരും കൂടി ജോയിൻ ചെയ്യാം. ദെൻ ഇന്റിജർ N1 ഈസ് ഈക്വൽ ടു 2. ഒബ്വിയസ്ലി ബാൽമർ ആണ്, സെക്കൻഡ് ലൈനിലേക്കുള്ള ട്രാൻസിഷൻ ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. 1 ഈസ് ഓൾസോ കറക്റ്റ്, 2 ഈസ് ഓൾസോ കറക്റ്റ്. അടുത്ത നോക്കുക, ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് N2 is equal to 3 ആണോ? യെസ്, അത് നമ്മൾ ഇവിടെ കണ്ടു. 1, 2 and 3 are correct. Ionization enthalpy can be calculated from wave number of these lines. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് അയണൈസേഷൻ എൻതാൽപി കാൽക്കുലേഷൻ ഫ്രം എനർജി ഓഫ് ദി ഓർബിറ്റൽസ് വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. സോ നിലവിൽ ഇവിടെ ട്രൂ ആയിരിക്കുന്നത് ചോദിച്ചാൽ 1, 2, 3 നമുക്ക് പറയാം. റെഡി? സോ യുവർ ആൻസർ ഈസ് 1, 2, 3. നെക്സ്റ്റ്. And now comes the bore. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ സ്പെക്ട്രം ലൈൻസിൽ നിന്നും ബോറിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. What is your answer? Radius of the second Bohr orbit in terms of Bohr radius. What is your radius? It is A0 n²/z. The radius of the second Bohr orbit എന്ന് പറഞ്ഞതുകൊണ്ട് N2 ആണ്. Of lithium എന്ന് പറഞ്ഞു, ലിഥിയത്തിന്റെ Z3 ആണ്. So you understand R is equal to A0 n²/z. So this is 4/3 A0, right? What is your answer? Your answer will be C. C answer ഡയറക്റ്റ് കിട്ടും. റെഡി? അപ്പൊ LI 2+ ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. യെസ് ഗോപിക, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. This is the next one. The ratio of the shortest wavelength of two spectral series of hydrogen spectrum is found to be about 9. The spectral series are, ശ്രദ്ധിക്കണേ, ratio of the shortest wavelength of two spectral series. shortest wavelengthകളുടെ റേഷ്യോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കണം, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി വളരെ കൂടുതലാണ് അഥവാ എനർജി കൂടുതലാണ്. സോ ദാറ്റ് ട്രാൻസിഷൻ ഇൻഫിനിറ്റ് ലെവലിൽ നിന്ന് N ലെവലിലേക്കാണ് നടക്കുന്നത്. ഇൻഫിനിറ്റ് ലെവലിൽ നിന്നാണ് ട്രാൻസിഷൻ നടക്കുക. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം, അപ്പൊ Z1 ആണ്. Z-നെ പറ്റി ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഹൈഡ്രജൻ സ്പെക്ട്രം ആണ്. ഈസ് ഫൗണ്ട് ടു ബി 9. റേഷ്യോ ആണ് 9 ആയിട്ട് കണ്ടിരിക്കുന്നത്. റേഷ്യോ ഓഫ് ദി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ന്യൂ ബാർ 1 by ന്യൂ ബാർ 2 ചെയ്യുമ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു 1 by ലാംഡ, യു ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ലാംഡ 2 by ലാംഡ 1, റൈറ്റ്? വേവ് ലെങ്തുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ശരിക്കും ന്യൂ ബാറിന്റെ റേഷ്യോ തന്നെയാണ്, അതിന്റെ ഇൻവേഴ്സ് ആണ്. സോ ന്യൂ ബാർ 1 by വേവ് നമ്പർ 1 by വേവ് നമ്പർ 2 ഈസ് ഈക്വൽ ടു ലാംഡ 2 by ലാംഡ 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഹാവ് ആർ എച്ച്. ആർ എച്ച് എന്തായാലും ക്യാൻസൽ ആവും, ഞാൻ അത് എഴുതേണ്ട കാര്യമുണ്ടോ? ആർ എച്ച് സെഡ് സ്ക്വയർ ഒക്കെ ക്യാൻസൽ ആവുന്നുണ്ട്. എനിവേ ആർ എച്ച് സെഡ് സ്ക്വയർ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ദെൻ യു ഹാവ് 1 by n1 സ്ക്വയർ, 1 by n1 സ്ക്വയർ മൈനസ് 1 by ഇൻഫിനിറ്റി സ്ക്വയർ ആണ്, വേറെ ഇൻഫിനിറ്റി സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്, ഡിവൈഡഡ് ബൈ ആർ എച്ച് സെഡ് സ്ക്വയർ 1 by അഗൈൻ ആ സീരീസിന്റെ n1 സ്ക്വയർ, ഞാൻ തൽക്കാലം അതിനെ n1 ഡാഷ് സ്ക്വയർ മൈനസ് 1 by ഇൻഫിനിറ്റി സ്ക്വയർ, ഇൻഫിനിറ്റി സ്ക്വയർ 0 ആണ്. സോ ദിസ് ഈസ് ഫൈനലി n1 ഡാഷ് ബൈ n1 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു സീരീസിന്റെ രണ്ടാമത്തെ സീരീസിന്റെ n1 ഉം ആദ്യത്തെ സീരീസിന്റെ n1ന്റെയും റേഷ്യോ സ്ക്വയർ എടുക്കുമ്പോൾ 9 കിട്ടുന്നു. ദാറ്റ് ഇൻഡിക്കേറ്റ് n1 ഡാഷ് ബൈ n1 ഈസ് ഈക്വൽ ടു 3. അതായത് നിങ്ങളുടെ സീരീസ് രണ്ടാമത്തെ സീരീസിന്റെയും ഫസ്റ്റ് സീരീസിന്റെയും ലൈനുകൾ ഉണ്ടല്ലോ, അതിന്റെ ഷെല്ല് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റേഷ്യോ 3 വരണം എന്ന് പറഞ്ഞാൽ ഇത് പോസിബിൾ ആവുന്നത് ഒന്നുകിൽ 3 by 1 ചെയ്യുമ്പോഴല്ലേ, അല്ലെങ്കിൽ ഇത് പോസിബിൾ ആവുന്നത് 6 by 2 ചെയ്യുമ്പോഴല്ലേ 3 കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 എന്ന് പറഞ്ഞാൽ ലെയ്മാൻ ബാൽമർ പാഷൻ സീരീസിലേക്കുള്ളതാ. 1 എന്ന് പറഞ്ഞാൽ 1ലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ലെയ്മാൻ സീരീസാ, അപ്പൊ അത് നിങ്ങൾക്ക് പാഷൻ ലെയ്മാൻ സീരീസിൻ്റെതായിട്ട് പറയാം. 6 ആണെങ്കിൽ ലെയ്മാൻ ബാൽമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് ഹംഫ്രി, ദിസ് ഈസ് ഹംഫ്രി ടു ബാൽമർ സീരീസ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. അല്ലാതെ ഓരോന്നിന്റെയും ചെക്ക് ചെയ്ത് പറയേണ്ടതില്ല. ലെയ്മാനും പാഷനും ലെയ്മാനും ബാൽമർ ഓരോന്നും ചെക്ക് ചെയ്ത് പറയേണ്ടതില്ല. യു ആർ ഏബിൾ ടു ഗെറ്റ് ദിസ്. ഡയറക്റ്റ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് കിട്ടാവുന്നതേ ഉള്ളൂ. റെഡി, യു ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, ഫോർ എനി ഗിവൺ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് അറ്റോമിക് ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ സ്പെക്ട്രൽ ലൈനുകളെ പറ്റി പറയുന്നു. ലെറ്റ് ഡെൽറ്റ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ന്യൂ ബാർ മാക്സിമം മൈനസ് ന്യൂ ബാർ മിനിമം ബി the differences in maximum and minimum frequencies in centimeter inverse. Then what is the ratio of delta nu bar Lyman to delta nu bar Balmer? ഇതാണ് ചോദ്യം. നിങ്ങൾ ഇതിന്റെ റേഷ്യോ ആണ് എടുക്കേണ്ടത്. ന്യൂ ബാറിന്റെ റേഷ്യോ എടുക്കേണ്ടത് ഡെൽറ്റ ന്യൂ ബാർ ലൈമാൻ ടു ഡെൽറ്റ ന്യൂ ബാർ ബാൽമർ ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് രണ്ടും ഹൈഡ്രജൻ ആണ്. സോ യു നോ ദാറ്റ് ഡെൽറ്റ ന്യൂ, അതിൽ ആദ്യം ന്യൂ ബാർ നോക്കണമല്ലോ. ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ന്യൂ ബാർ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മാക്സിമം, വേവ് നമ്പർ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് n ലെവലിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. അതിപ്പം ലെയ്മാൻ സീരീസ് ആണ് പരിഗണിക്കുന്നതെങ്കിൽ ഇൻഫിനിറ്റിന്ന് 1ലേക്കുള്ള ട്രാൻസിഷനും, ബാൽമർ സീരീസ് ആണ് പരിഗണിക്കുന്നതെങ്കിൽ ഇൻഫിനിറ്റിന്ന് 2ലേക്കുള്ള ട്രാൻസിഷനുമാണ്. ന്യൂ ബാർ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ലെവലിൽ നിന്നുള്ള ട്രാൻസിഷൻ, n+1 എന്ന് n-ലേക്കുള്ള ട്രാൻസിഷൻ. അത് ലെയ്മാനെ സംബന്ധിച്ച് 2 to 1 ട്രാൻസിഷനും ബാൽമറിനെ സംബന്ധിച്ച് അത് 3 to 2 ട്രാൻസിഷനും ആയിരിക്കും. ഇവരുടെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇത് ഒറ്റയടിക്ക് ഈ സിംഗിൾ സ്റ്റെപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യാണ്. ഡെൽറ്റ ന്യൂ ബാർ എന്ന് പറയുമ്പോൾ യു ഹാവ് RHZ സ്ക്വയർ, റേഷ്യോ എടുക്കുമ്പോൾ അത് പോകുമല്ലോ. പിന്നെ വരുന്നത് എന്താ? 1 by n1 സ്ക്വയർ മൈനസ് 1 by n2 സ്ക്വയർ. 1 by n1 സ്ക്വയർ ലെയ്മാനെ സംബന്ധിച്ച് ആദ്യത്തേത് എത്രയാ? 1 സ്ക്വയർ മൈനസ് 1 by ഇൻഫിനിറ്റി സ്ക്വയർ മൈനസ് മാക്സിമത്തിൻ്റെത് കണ്ടുപിടിച്ചാൽ മിനിമത്തിൻ്റെത് വെച്ച് മൈനസ് ചെയ്യണേ, മൈനസ് 1 by n1 സ്ക്വയർ മൈനസ് 1 by n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ അടുത്തത് ബാൽമർ. ബാൽമറിന്റെ മാക്സിമം എത്രയാ? RHZ സ്ക്വയർ ക്യാൻസൽ ആയി. സോ ദിസ് ഈസ് 1 by 2 സ്ക്വയർ മൈനസ് 1 by ഇൻഫിനിറ്റി സ്ക്വയർ മൈനസ് 1 by 2 square minus 1 by 3 square. You are getting this. Now solve it. What do you get? Direct ചെയ്താണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ലെയ്മാൻ ടു ബാൽമർ ആണ്. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ 1 by ഇൻഫിനിറ്റി 0 ആണ്. സോ ദിസ് ഈസ് 1 മൈനസ് ഈ പോർഷൻ എത്രയാ? 1 by 1 മൈനസ് 1 by 4. 1 by 1 മൈനസ് 1 by 4 എന്ന് പറഞ്ഞാൽ 3 by 4 ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഭാഗം 1 by 4 ആണ് മൈനസ്
അടുത്ത നോക്കിക്കഴിഞ്ഞാൽ this is 1/4 minus 1/9 which is 5/4 into 9, right? Yes, you are getting this. So this is equal to 1 minus 3/4 എന്ന് പറഞ്ഞാൽ it is, yes, definitely that is 1/4 divided by, ഞാൻ ഇതില് 9ന്റെ കോമൺ ആയിട്ട് 9 into 4 വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. So what is 9 minus 5? It is 4 divided by 4 into 9 ആണ്. So basically this is 9/4, right? You are getting 9/4. I'm getting 9/4. So your answer is option B. Clear ആണോ? B ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? റെഡി? നോ ഡൗട്ട്, റൈറ്റ്? അപ്പൊ ഡയറക്റ്റ് നമ്മൾ ചെയ്യാണ്. മാക്സിമം മിനിമം ഡയറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് പറഞ്ഞാൽ മതി. ആ ഇൻഫിനിറ്റി പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ക്ലിക്ക് ആവും. അല്ലാതെ ഓരോ സ്റ്റെപ്പും ചെയ്ത് ഫൈനലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും ഈ സെയിം സ്റ്റെപ്പിൽ കൊടുത്താൽ RHZ² ഒക്കെ ക്യാൻസൽ ആവും. സോ യു ആർ ഗെറ്റിംഗ് ഓപ്ഷൻ ബി. ബി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക്. ക്ലിയർ ആണ് അനീഷ? വെരി ഗുഡ്. അടുത്ത ചോദ്യം ഇതാണ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് മസ്കുലർ പെയിൻ ഇൻവോൾവ്സ് റേഡിയേഷൻ of wavelength of about 900 nanometer. So this is 9 into 10 raised to minus 7 meter. Which spectral line of hydrogen atom is suitable for this purpose? This is very easy. ഈ നിങ്ങൾക്ക് ഇയാളെ കിട്ടിയിട്ടുണ്ടല്ലോ, ലാംഡ കിട്ടി. അതായത് ഇത്രയും വേവ് ലെങ്ത് അഥവാ ഇതിനനുസൃതമായ എനർജി നമുക്ക് ആവശ്യമുണ്ട്. അതിന് ഏത് സ്പെക്ട്രൽ ലൈനാണ് നല്ലത്? അപ്പൊ നിങ്ങൾക്ക് നിലവിൽ ഈ വേവ് ലെങ്ത് എനർജി എത്രയാണെന്ന് അറിയണം. ആ എനർജി തരുന്നത് ഏത് ട്രാൻസിഷൻ ആണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ എനിവേ, നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ അറിയാം, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല. ഈ വേവ് ലെങ്ത് ആര് തരുന്നു ചോദിച്ചു. വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് പൊതുവെ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ വെച്ചിട്ടല്ലേ. ആൻഡ് യു ഹാവ് RHZ². 1 അതിൽ പക്ഷെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞതുകൊണ്ട് Z² 1 ആണ്. 1/N1² minus 1/N2². Ready? So this is equal to RH. Z² 1 ആണ്. So this is RH by. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഓപ്ഷനുകൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം ഇതാണ്. ഇൻഫിനിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഓപ്ഷനുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അതില് N2 ഇൻഫിനിറ്റി ആണെന്ന് വിചാരിച്ചാൽ, സോ ദിസ് ഈസ് 1/N1² minus 1/infinity. സോ ദിസ് ഈസ് RH by N1². കാരണം ഒരാൾ ഇൻഫിനിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് N നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഒബ്വിയസ്ലി ഓപ്ഷൻ ബി ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ന്യൂ ബാർ ലാംഡ കാണണം. ഈ ലാംഡ ഈക്വൽ ആയത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ന്യൂ ബാറും ലാംഡയും തമ്മിലുള്ള റിലേഷൻ അറിയുന്നുണ്ട്. ആ ചോദ്യം നമ്മൾ എടുത്തു, ആ ഇക്വേഷൻ യൂസ് ചെയ്തു. ഓപ്ഷൻ നോക്കിയിട്ട് ഇൻഫിനിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഓപ്ഷൻ ഉണ്ടല്ലോ. സോ N2 ഇൻഫിനിറ്റി ആണെങ്കിൽ N1 എത്രയാന്ന് ആദ്യം നോക്കാം. അപ്പൊ N1 കറക്റ്റ് ആയിട്ട് ഈ ഓപ്ഷനുകൾ കിട്ടിയെങ്കിൽ ACDയിൽ ഏതെങ്കിലും ഒരാളായിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഐഡിയ. ആൻഡ് നൗ വാട്ട് ഈസ് ലാംഡ? ന്യൂ ബാർ ആണ് ഇത്. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ N1² by RH ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 into 10 raised to minus 7 meter എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. സോ ദിസ് ഈസ് N1² by RH വാല്യൂ 10 raised to 5 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് പറഞ്ഞത്. മീറ്റർ ഇൻവേഴ്സിലാണെങ്കിൽ ദാറ്റ് ഈസ് 10 raised to 7 മീറ്റർ ഇൻവേഴ്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 9 into 10 raised to minus 7 എന്ന് കിട്ടും. റെഡി? നമുക്ക് 9 into 10 raised to minus 7 മീറ്റർ ആണെന്ന് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് വാട്ട് ഈസ് N1²? 9. വാട്ട് ഈസ് N1? 3. അപ്പൊ N2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെങ്കിൽ N1 3 ആവണം. അപ്പൊ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. യെസ്, ഇൻഫിനിറ്റി ടു 3 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബി എന്ന ഓപ്ഷൻ എഴുതണം. പിന്നെ ചെക്ക് ചെയ്യാൻ നിൽക്കരുത്. പറഞ്ഞത് ക്ലിയർ അല്ലേ? ബി എന്ന ഓപ്ഷൻ എഴുതിയാൽ മതി, ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റെഡി റെഡി റെഡി, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തൊരു ചോദ്യം നോക്കാം. The ground state energy of hydrogen atom is minus 13.6 electron volt. The energy of second excited state of helium ion in electron volt. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ വോൾട്ടിൽ പറഞ്ഞോളൂ. This is easy. So this is energy is equal to minus RH Z² by N².
ഹീലിയത്തിന്റെ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ് ഇതാണ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇതാണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, സോ ദിസ് ഈസ് യുവർ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ദിസ് ഈസ് എക്സൈറ്റഡ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, this is second excited. So you understand n is equal to 3. And what is that? Helium case 2 ആണ്. And now this is easy. RH 13.6 electron volt ആണ് into z square. 2 square is 4 by 9. അതെ, ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ പറയാം. കാരണം 9 13.6ലേക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ വരുന്നുണ്ട് 1 something. So into 4 ചെയ്യുമ്പോൾ it will be greater than 5. So your answer will be C. That is predictable. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം 13.6 by 9 എന്ന് പറഞ്ഞാൽ 1.51 ആണ്. 1.51 into 4 6 ആണ്. Yes, you get that. Ready? അടുത്ത ചോദ്യം. This is the next question. For emission line of atomic hydrogen, from N1A to N2N, the plot of wave number against 1 by n square will be. അതായത് ഗ്രാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗോപിക ഗ്രാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. എമിഷൻ ലൈൻ ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഗ്രാഫ്. അതിൽ ന്യൂ ബാർ വേഴ്സസ് 1 by n square ആണ് വരയ്ക്കേണ്ടത്. ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ഇക്വേഷൻ ഒക്കെ ആലോചിച്ച് നോക്കണം. കാരണം നമുക്കറിയാം ഇക്വേഷൻ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു, that is which is 1 by lambda is equal to RH z square. ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് z 1 ആണ്. 1 by n1 square, n1 8 ആണെന്ന് തന്നു. So this is 64 minus 1 by n2 square, which is n square. So this is nu bar is equal to RH by 64 minus RH into RH by n square. അപ്പൊ നിങ്ങൾ പ്ലോട്ട് ചെയ്യേണ്ടത് ന്യൂ ബാർ എഗെയിൻസ്റ്റ് 1 by n square ആണ്. സോ ഇഫ് ദിസ് ഈസ് y, 1 by n square x ആണെങ്കിൽ, സോ ദിസ് ഈസ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ഫോർമാറ്റിൽ എഴുതാം. ഇവിടെ y എന്ന് പറയുന്നത് ആരായിരിക്കണം? ന്യൂ ബാർ ആയിരിക്കണം. x എന്ന് പറയുന്നത് 1 by n1 സ്ക്വയറും സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് RH ആയിരിക്കും. ശരിയല്ലേ? മനസ്സിലായി? സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് RH അവര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യു ഷുഡ് ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. വൈയുടെ അവിടെ ന്യൂ ബാർ വേഴ്സസ് 1 by n സ്ക്വയർ. നെഗറ്റീവ് ആണ്, സ്ലോപ്പ് മൈനസ് RH ആയതുകൊണ്ട് ദാറ്റ് ഷുഡ് ബി മൈനസ്, നെഗറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. സോ യു ഹാവ് എ ലീനിയർ ഗ്രാഫ് വിത്ത് ദ സ്ലോപ്പ് is equal to minus RH. So your answer is linear with the slope minus RH, which is your option D. അപ്പൊ ഇത് ഡയറക്റ്റ് ചോദ്യം നോക്കി പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? യെസ്. റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. See this? Ejection of the photoelectron from the metal. Ejection of the photoelectron from the metal can be stopped by applying 0.5 volt when radiation of 250 nanometer is used. What is the work function? നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറെ എനർജി കൊടുത്ത ഇലക്ട്രോൺ പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ഓടി വരുന്ന ഇലക്ട്രോണിനെ തടഞ്ഞു നിർത്താൻ എത്ര സ്പീഡിലാണോ വരുന്നത് അത്ര സ്പീഡിൽ നിങ്ങൾ ഫോഴ്സ് കൊടുത്താൽ അത് സ്റ്റാറ്റിക് ആയി. അപ്പോ ഫോട്ടോ ഇലക്ട്രോൺ ക്യാൻ ബി സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞാൽ, ഓടി വരുന്ന ഫോട്ടോ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കൈനറ്റിക് എനർജി തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കണം. ഇത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാണ്, ഞാൻ ഈ ഭാഗത്തേക്ക് ഫോഴ്സ് കൊടുക്കണം. സോ ദാറ്റ് അത് സ്റ്റോപ്പ് ആവും അല്ലെ? അപ്പൊ നിലവിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി തന്നെയാണ്, ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ. So you understand kinetic energy is equal to 0.5 volt for 1 electron to stop. So this is 0.5 electron volt. Kinetic energy ആണ് തന്നിരിക്കുന്നത്. അതാ മനസ്സിലാവേണ്ടത്. സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കൈനറ്റിക് എനർജി ആണെന്ന് മനസ്സിലാക്കുക. റെഡി? വേവ് നമ്പറിന്റെ ഇക്വേഷനിൽ ഇനീഷ്യൽ -5 വേവ് ലെങ്ത് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വേവ് നമ്പറിന്റെ ഇക്വേഷനിൽ
ഇനീഷ്യൽ മൈനസ് ഫൈനൽ എന്ന് എഴുതിയിരിക്കുന്ന N1ഉം N2ഉം എനർജി ലെവലുകളെ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാ ഉദ്ദേശിക്കുന്നത്. അതല്ലേ ഷിഫാന ചോദിച്ചിരിക്കുന്നത്? വേവ് നമ്പറിന്റെ ഇക്വേഷൻ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ ഈക്വൽ ടു ആർ അല്ലെ RHZ² 1 ബൈ N1 സ്ക്വയർ മൈനസ് 1 ബൈ N2 സ്ക്വയറിൽ N1ഉം N2ഉം ട്രാൻസിഷൻ നടക്കുന്ന നമ്മൾ ഇവിടെ വരച്ചല്ലോ എനർജി ലെവലുകളെയാണ് സൂചിപ്പിക്കുക. ദിസ് ഈസ് N1, ദിസ് ഈസ് N2, ദിസ് ഈസ് N3. റെഡി? ഓക്കെ, അപ്പൊ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഇവിടെ കൈനറ്റിക് എനർജി തന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഇതിന്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. E ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ. അപ്പൊ ജൂളിലാണ് കിട്ടുക. നിങ്ങൾക്ക് അതിന് ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 1.24 ഇൻറ്റു 10⁻⁻6 ബൈ ലാംഡ നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടും. സോ ദിസ് ഈസ് 1.24 ഇൻറ്റു 10⁻⁻6 ബൈ ലാംഡ എന്ന് പറയുന്നത് 250 നാനോമീറ്റർ അഥവാ 2.5 ഇൻറ്റു 10⁻⁻7 മീറ്റർ ആണ്. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 ഉണ്ട്. സോ ദിസ് ഈസ് 12.4 ബൈ 2.5. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം. ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് 12.5 ആണെങ്കിൽ ദിസ് ഈസ് അറൌണ്ട് 5, റൈറ്റ്? അല്ലെ, 12 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് 2.5 ആണ്. യെസ് 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 യെസ്. And now find the work function. Work function ആണ് ചോദിച്ചിരിക്കുന്നത്. ത്രെഷോൾഡ് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. That is total minus kinetic energy. So this is 5 minus 0.5 which is equal to 4.5 electron volt. Yes, Kishan, you get this answer. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ജസ്റ്റ് ഓൾവേസ് റിമെമ്പർ HCയുടെ വാല്യൂ 19.878 ഇൻറ്റു 10⁻⁻26 പഠിക്കുക. അത് ജൂളിലാണ് കിട്ടുക. ഇലക്ട്രോൺ വോൾട്ടിൽ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഓൾറെഡി 1.6 ഇൻറ്റു 10⁻⁻19 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ള 1.24 ഇൻറ്റു 10⁻⁻6 ബൈ ലാംഡ ചെയ്താൽ ഡയറക്റ്റ് കിട്ടും. സോ നൗ ദ കാൽക്കുലേഷൻസ് ആർ ഈസിയർ അല്ലെ? പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. യെസ് യെസ് യെസ്. അടുത്തൊരു ചോദ്യം. ദി ഫിഗർ ദാറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ക്വാണ്ടം നേച്ചർ ഓഫ് ദി ആറ്റം. ക്വാണ്ടം നേച്ചർ, ക്വാണ്ടം മോഡൽ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ക്വാണ്ടം തിയറിയെ എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്ന ക്വാണ്ടം തിയറിയെ സാധൂകരിക്കുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുകൾ, ബ്ലാക്ക് ബോഡി റേഡിയേഷനുകൾ, ഡുവൽ നേച്ചർ സൂചിപ്പിക്കുന്ന അല്ലെ ലൈറ്റിന്റെ ആയാലും ഡുവൽ നേച്ചർ സൂചിപ്പിക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതിൽ ഏത് ഫിഗർ ആണ് ക്വാണ്ടം നേച്ചർ ഓഫ് ആറ്റത്തിന് സൂചിപ്പിക്കാത്തത്? ഒന്നാമത്തെ ഫിഗർ നോക്കുക. ഇറ്റ് ഈസ് ഇന്റൻസിറ്റി ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വേഴ്സസ് വേവ് ലെങ്ത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗ്രാഫുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഹയർ ഇന്റൻസിറ്റി ഈസ് ഓൾസോ ഇൻക്രീസിങ്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് ഒന്നാമത് പറഞ്ഞത്, വിച്ച് ഈസ് ആക്ച്വലി എൻ ഇൻഡിക്കേഷൻ ഓഫ് ദി ക്വാണ്ടം മെക്കാനിക്സ്. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺസ് വേഴ്സസ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ കയ്യില് ഓരോ ഇലക്ട്രോണിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ദിസ് ജോഷ്ലി ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ജോഷി. നിങ്ങള് ഇറ്റ്സ് നോട്ട് അബൌട്ട് വിച്ച് അറ്റംപ്റ്റ് യു ആർ ഗോയിങ് ടു ഡു. അങ്ങനെയല്ല അത് തീരുമാനിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ എക്സാം. കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതിലെ ആൻസർ ശ്രീലാലും അൻസികും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഗ്രാഫിലുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് കൈനറ്റിക്, വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? നമ്മൾ ഒരാളെ ടോർച്ചടിച്ചു, ഒരു എനർജി കൊടുത്തു, ഇലക്ട്രോൺ തെറിച്ചു പോയി. ഓരോ മെറ്റലിനും കൊടുക്കേണ്ട എനർജി ഡിഫറെന്റ് ആണ്. അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞത്. അതിലാർക്കും ഡൗട്ട് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം എടുത്താൽ ഏതിനാ കുറച്ച് എനർജി? താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും. സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇറ്റ് ഈസ് ഈസി ടു റിമൂവ് ദ ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി കുറവാണ് റുബീഡിയത്തിന്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും അറിയണം നിങ്ങൾ. ആൻഡ് ദിസ് ഈസ് കറക്റ്റ്. തന്നിരിക്കുന്ന ഓർഡർ കറക്റ്റ്. ഓർഡർ മാറിക്കഴിഞ്ഞാൽ ഇത് ഇൻകറക്റ്റ് ആയിപ്പോയി കേട്ടോ. ദിസ് ഈസ് ഓക്കെ. സോഡിയത്തിന് കുറച്ച് അധികം എനർജി വേണം. അതിന് ശേഷം മാത്രമേ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് കറക്റ്റ്. നാലാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി ഓഫ് ആർഗൺ. ആർഗൺ ഈസ് എ ഗ്യാസ്. അതിന്റെ ഇന്റേണൽ എനർജിയും ടെമ്പറേച്ചറും തന്നത്. വാട്ട് ഈസ് ദാറ്റ്?
You understand? Internal energy or the kinetic energy is directly proportional to T. This is actually an indication of kinetic theory of gases, right? ഗ്യാസിന്റെ പ്രോപ്പർട്ടിയാണ് ഡി എന്നത് സൂചിപ്പിച്ചിരിക്കുന്നത്, നോട്ട് ക്വാണ്ടം മെക്കാനിക്സ്. അതുകൊണ്ട് തന്നെ ഡി എന്ന ഓപ്ഷനാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട് നിറയെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. സി അഗൈൻ എ ക്വസ്റ്റ്യൻ. The work function of the sodium metal is 4.41 into 10 raised to minus 19 joule. Work function തന്നിരിക്കുന്നു, which is 5 or E0. യൂണിറ്റ് ശ്രദ്ധിക്കണം, ജൂളിലാ തന്നത്, അപ്പൊ പ്രശ്നമൊന്നുമില്ല. If the photons of wavelength 300 nanometer are incident on the metal, what is the kinetic energy of the ejected electron? അത് ഡാഷ് ഇൻറ്റു 10 raised to minus 21 ജൂളിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ടോട്ടൽ എനർജി കണ്ടാൽ കൈനറ്റിക് എനർജി കിട്ടും. ടോട്ടൽ എനർജി hc/ലാംഡയാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലാംഡയില് 6.626 എന്ന ഇൻഡിജേഴ്സോ 3 എന്നതോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ HC ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്തത് എഴുതണ്ട. കാരണം എന്താ, 6.626 ഇൻറ്റു 6.626നെ 6.3 എന്ന് എടുക്കാനാ പറഞ്ഞേ, ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 3 into 10 raised to 8 by 300 nanometer 3 into 10 raised to minus 7. 3യും 3യും ക്യാൻസൽ ആവുമല്ലോ, അപ്പൊ പിന്നെ സീനില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു 6.63 into 10 raised to minus 19 ജൂൾ എന്ന് കിട്ടും. അപ്പൊ ഇനി എളുപ്പമായി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി മൈനസ് ത്രെഷോൾഡ് എനർജി. 6.63 മൈനസ് 4.41 into 10 raised to minus 19. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? 3 1 പോയ 2, 6 പോയ 2, 6 4 പോയ 2. സോ ദിസ് ഈസ് 2.22 into 10 raised to minus 19. 10 raised to minus 21 ടേമിൽ എഴുതുകയാണെങ്കിൽ 222 into 10 raised to minus 21 ജൂൾ. ആ യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 222 എന്ന് നിങ്ങൾക്ക് എഴുതാം, ഡയറക്റ്റ് കിട്ടും. അപ്പൊ അവിടെ HC എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞ 19.878 into 10 raised to minus 26 എന്ന് യൂസ് ചെയ്യണ്ട. കാരണം ലാംഡയിൽ 3 വരുന്നുണ്ടല്ലോ, അത് പെട്ടെന്ന് നിങ്ങൾക്ക് കട്ടാവും. എടാ ശ്രീലാല് 222 വരൂലേ, കറക്റ്റ് കിട്ടും. 6.63 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്. യെസ് 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 യെസ്. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. See the next one. The de Broglie wavelength of an electron in the 4th Bohr orbit is. This is interesting, you know. ഒരു ഓർബിറ്റ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു റേഡിയസുമായിട്ട് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് കണക്ട് ആവുന്നത് എങ്ങനെയാ? n lambda is equal to 2 pi r, right? So lambda is equal to 2 pi r by n. What is radius? 2 pi. Radius is a0 n square by z divided by n. അപ്പൊ എന്നും പോയി കഴിഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു 2 pi a0 by z. സോ ദിസ് ഈസ് ഈക്വൽ ടു, നോക്ക, 2 pi a0 by z ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് n ഇവിടെ ഉണ്ട്, 2 pi a0 n by z. ചോദിച്ചിരിക്കുന്നത് 4th Bohr ഓർബിറ്റ് ആണ്. അപ്പൊ n ഈസ് ഈക്വൽ ടു 4 ആണ്. Z 1 ആണ്, പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. സോ യു ഗെറ്റ് ദിസ് ഈസ് 8 pi a0, റൈറ്റ്? 4 2 യെസ് 8 pi a0. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാത്ത സ്ഥിതിക്ക് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ഹൈഡ്രജൻ ആറ്റം, 1 ഇലക്ട്രോൺ സിസ്റ്റം. എടാ അതിൽ a0 n ഉണ്ട്, നമ്മൾ അതിൽ n വിട്ടുപോകരുത്. കാരണം n സ്ക്വയറിൽ ഒരു n മാത്രമേ ക്യാൻസൽ ആയിട്ടുള്ളൂ വേസ്. അപ്പൊ another n is remaining, no? So you get option D. വേറൊരു n കൂടി അവിടെ ബാക്കിയുണ്ട്. That's what you get. Yes, D is your answer. അടുത്ത നോക്കാം. If again എല്ലാ വർഷങ്ങളിലും ഈ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ അതിന്റെ പ്രാധാന്യം പല മോഡലിൽ ചോദിക്കുന്നുണ്ട്. If P is the momentum of the fastest electron ejected from a metal surface after the irradiation of light having a wavelength lambda, then for 1.5 p momentum of the photoelectron, what is the wavelength of the light given? ശ്രദ്ധിക്കണേ, പറഞ്ഞിരിക്കുന്നത് P എന്നതാണ്. നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ട്, ഓക്കെ? ആ മെറ്റലിൽ നിന്ന് P മൊമെന്റത്തിൽ ഒരു ഇലക്ട്രോൺ ഇജക്ട് ചെയ്തു, ഫാസ്റ്റസ്റ്റ് ഇലക്ട്രോൺ ഇജക്ട് ചെയ്തു. മെറ്റൽ സർഫേസിലേക്ക് ലാംഡ കൊടുത്തപ്പോഴാണ് P മൊമെന്റം അതിനുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇതേ മെറ്റലിലേക്ക് നിങ്ങൾക്ക് 1.5 p അഥവാ
3/2p മൊമെന്റം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ലാംഡ എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലായോ? നിരഞ്ജൻ PS, it will be given soon. Okay? Yes. അപ്പൊ ഇതാ ചോദ്യം. ഒരു മെറ്റൽ ഉണ്ട്, ലാംഡ 1 കൊടുത്തപ്പോ പി മൊമെന്റം, ലാംഡ 2 കൊടുക്കുമ്പോഴാണ് 1.5p. അപ്പൊ ആ ലാംഡ 2 ലാംഡ 1 തമ്മിലുള്ള റിലേഷനാ ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കേസ് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യു നോ ദാറ്റ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ത്രെഷോൾഡ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് ദി ഫാസ്റ്റസ്റ്റ് ഇലക്ട്രോൺ. ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട്, ഏറ്റവും വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാ. ഫാസ്റ്റസ്റ്റ് ഇലക്ട്രോൺ ആയിട്ട് ഗോപിക ശ്രദ്ധിക്കണേ. ഫാസ്റ്റസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വളരെ കുറച്ച് എനർജി മതി ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാൻ, ബാക്കി മുഴുവൻ കൈനറ്റിക് എനർജിയാ. അതുകൊണ്ടല്ലേ അത്രയും സ്പീഡ് ആയത്. So this is negligible. E is approximately equal to kinetic energy because as it is very fast, E0 negligible compared to kinetic energy. Kinetic energy വളരെ കൂടുതലാണ്, ഭയങ്കര ഫാസ്റ്റസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് E is equal to kinetic energy ആയിട്ട് എടുക്കാം. And you know that energy E എന്ന് പറയുന്നത് hc/λ ആണ്. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ p²/2m അല്ലേ? ബിക്കോസ് p is equal to √2m കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി p²/2m. ഇത് നിങ്ങളുടെ കയ്യിലുണ്ട്. രണ്ട് കണ്ടീഷനിൽ കൊടുക്കും. hc/λ1 is equal to p²/2m. Now ഫസ്റ്റ് കണ്ടീഷൻ, λ1 ആകുമ്പോൾ p ആണ് മൊമെന്റം. hc/λ2 ആണ് കൊടുക്കുന്നതെങ്കിൽ p എന്ന് പറയുന്നതിന് പകരം 3/2p എന്ന് പറയണം. കാരണം മൊമെന്റം 1.5p ആയിട്ട് മാറി. which is equal to 3² 9 ആണ്. 9p/2² 4 × 2 8m എന്ന് കിട്ടും. ഇനിയിപ്പോ എളുപ്പമായില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് ആൻസർ ഡയറക്റ്റ് പറയാലോ. കാരണം ലാംഡ നിങ്ങൾ ചെയ്യേണ്ടത്, ദിസ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. 1/2 ചെയ്യുമ്പോൾ യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് λ2/λ1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു p²/2m ഡിവൈഡഡ് ബൈ 9p²/8m ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. യെസ്. So that finally this is 4/9. λ2/λ1 എന്നുള്ളത് 4/9 കിട്ടും. അപ്പൊ λ2 എന്ന് പറഞ്ഞാൽ 4/9 ലാംഡയാണ്. 4/9 ലാംഡയാണ് കിട്ടുന്നത്. അത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ, ഫാസ്റ്റസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതങ്ങനെ E0 നെഗ്ലിജിബിൾ ആക്കി എടുത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. റെഡി അല്ലേ? യെസ്. Now see the next one. If the de Broglie wavelength of electron in nth orbit, de Broglie wavelength of electron in nth orbit, relation അറിയാം, lambda is equal to n lambda is equal to 2πr ആണ്. ഓർബിറ്റും ഡി ബ്രോഗ്ലി ഒക്കെ ആയിട്ടുള്ള റിലേഷൻ നമ്മൾ ചെയ്യുന്നത്. ശ്രീലാൽ അത് തെറ്റിച്ചല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ബി കെയർഫുൾ. അപ്പൊ n lambda is equal to 2πr. ഇത് ചെയ്ത് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ആൻസർ പറഞ്ഞു. ഇത് എളുപ്പമാണ്. അപ്പൊ എന്താ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോ ലാംഡ എന്ന് പറഞ്ഞാൽ 2πr/n ആണെന്നറിയാം. അതിന്റെ വാല്യൂ 1.5πa0 എന്ന് പറഞ്ഞു. അപ്പൊ n/z വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് 2πr/n ആണ് ഗോപിക. സോ ദിസ് ഇസ് 2πr എന്ന് പറഞ്ഞാൽ a0 n²/z ആണ്. അപ്പൊ ഒരു n ക്യാൻസൽ ആവും. ദിസ് ഇസ് 2πa0 n/z. അപ്പൊ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് 2πa0 n/z ആണ്. അതിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 1.5 അഥവാ 3/2 πa0 എന്ന് പറയുന്നത്. അപ്പോ ചോദ്യം നിങ്ങളോട് എന്താ? n/z വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. n/z വാല്യൂ 3/4 അല്ലേ? 3/4 എന്ന് പറഞ്ഞാൽ 0.75 അല്ലേ? യു ഗെറ്റ് ഓപ്ഷൻ ഡി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. നെക്സ്റ്റ്, ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്ത പാറ്റേൺ 2021 ഒന്ന് ഡിസ്കസ് ചെയ്തു. 2020 ഇപ്പൊ ചെയ്ത കുറെ എണ്ണം. ഇപ്പൊ 2019. ആൻഡ് യു ഒബ്സർവ് ദിസ് de Broglie wavelength associated with the photoelectron. ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഒരു പ്രാധാന്യം എല്ലാ വർഷവും ചോദിക്കുന്നു. The de Broglie wavelength associated with the photoelectron varies with the frequency of incident radiation. de Broglie wavelength ഫോട്ടോ ഇലക്ട്രോണിന്റെ λ0 അല്ലെങ്കിൽ ന്യൂ0 ഒക്കെ ആയിട്ടുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് അത് മാത്രം നോക്കിയാൽ മതി.
നിലവിൽ നമുക്കറിയാം ലാംഡ എന്ന് പറഞ്ഞ h/mv ആണ്, അഥവാ ലാംഡ എന്ന് പറയുന്നത് 1/v എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? ഞാൻ ആ വെലോസിറ്റിന്റെ ടേമിൽ എഴുതാനുള്ള കാരണം വെലോസിറ്റിക്ക് ആനുപാതികമായിട്ടുള്ള എക്സ്പ്രഷൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി മൈനസ് ത്രെഷോൾഡ് എനർജിയാ. കൈനറ്റിക് എനർജി ½ mv² ആണ്. ഈസ് ഈക്വൽ ടു ദിസ് ഈസ് h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, m കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്, h കോൺസ്റ്റന്റ് ആണ്. ഓർ v² പ്രൊപ്പോർഷണൽ ടു ന്യൂ മൈനസ് ന്യൂ 0 എന്ന് എഴുതാം. ഓർ v ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂ മൈനസ് ന്യൂ 0 റേസ് ടു ½ സ്ക്വയർ റൂട്ട് എന്ന് എഴുതാം. അപ്പൊ എളുപ്പമായി കാര്യങ്ങള്. ലാംഡ എന്ന് പറഞ്ഞ 1/v ആണ്. അപ്പോ 1/new മൈനസ് ന്യൂ 0 റേസ് ടു ½ എന്ന് കിട്ടി. സോ ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ്. ഷിഫാന പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. യു ആർ ഗെറ്റിംഗ് ഓപ്ഷൻ ഡി. യെസ് യെസ് യെസ്. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. നെക്സ്റ്റ്, അടുത്ത നിങ്ങൾ പറഞ്ഞേ, what is the answer? The de Broglie's wavelength of electron present in the first Bohr orbit of hydrogen atom. De Broglie wavelength of electron present in the first Bohr orbit. Orbit തന്നിരിക്കുന്നു. അപ്പൊ n lambda is equal to 2πr ആണല്ലോ. So that is equal to 2πa0 n square by z ആണല്ലോ. n cancel ആയി. So lambda is equal to 2πa0 n by z. ഫസ്റ്റ് ബോർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്നും 1 ആണ്, സെഡും 1 ആണ്. സോ ദിസ് ഈസ് 2πa0. വാട്ട് ഈസ് യുവർ ആൻസർ? അതെ ശ്രീലാൽ, ഇവിടെ ന്യൂ ഫ്രീക്വൻസി ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് ചോദ്യമാണ്, ഡയറക്റ്റ് ആൻസർ കിട്ടിയല്ലോ. 2πa0യുടെ വാല്യൂ 0.529 ആങ്സ്ട്രോം ആണ്. യു ഗെറ്റ് ദാറ്റ്? യെസ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളോട് ബോർ മോഡൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്കുള്ള ഡെവലപ്മെന്റ്സ്, ഡി ബ്രോഗ്ലി, അതുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കാം. പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടം നമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അതിലെ ക്വാണ്ടം നമ്പേഴ്സ് ശ്രദ്ധിക്കണം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വരുന്ന സമയത്ത് ക്വാണ്ടം നമ്പേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ ആ ക്വാണ്ടം നമ്പേഴ്സിൽ ഏതൊക്കെയാണ് എലോഡ്, ഏതൊക്കെയാണ് എലോഡ് അല്ലാത്തത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ ഇതിൽ ഈവൻ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം എച്ച് ക്യാപ്പ് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്നാണ് നമ്മൾ എഴുതുന്നത്. അതിൽ എച്ച് ക്യാപ്പ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. അവിടെ പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്ററും കൈനറ്റിക് എനർജി ഓപ്പറേറ്ററിന്റെ ഒക്കെ വരുന്ന ആളാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. അതിന്റെ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയണം. ഡോ സ്ക്വയർ, ജസ്റ്റ് എക്സ്പ്രഷൻ ഏതാ ശരി എന്ന് പറയാനാണ്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 8π² m/h സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള എക്സ്പ്രഷൻ ഒക്കെ അറിയേണ്ടതുണ്ട്. ഞാനിപ്പോ ഇവിടെ എക്സ് മാത്രം വരച്ചത് 1 ഡയമെൻഷൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാണിക്കാനാണ്. എന്തൊക്കെയായാലും ഇതിന്ന് കിട്ടുന്ന ക്വാണ്ടം നമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണെന്ന് അറിയാം. എൽ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ എല്ലിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം 0 തൊട്ട് n-1 വരെ മാത്രമേ എല്ലിന്റെ വാല്യൂ പോസിബിൾ ആവുള്ളൂ. അങ്ങനെ 0, 1, 2, 3 ആണെങ്കിൽ SP-DF സബ്ഷെല്ലുകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വരുന്നത് എം ആണ്. എമ്മിന്റെ വാല്യൂ -L തൊട്ട് +L വരെ മാത്രമേ എമ്മിന്റെ വാല്യൂ പോസിബിൾ ആവുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ പി ഓർബിറ്റലുകൾ കൺസിഡർ ചെയ്താൽ, പി ഓർബിറ്റലിന്റെ കേസിൽ എസ് എടുക്കാം. ഞാൻ എസ് പറയാത്തത് അതാകെ ഒരു ടൈപ്പേ ഉള്ളൂ. എസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എൽ വാല്യൂ 0 ആണ്. അപ്പോ എമ്മിന്റെ വാല്യൂ 0 ആണ്. എമ്മിന് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ യു ഹാവ് ഓൺലി വൺ ഓറിയന്റേഷൻ, ഒരു എസ് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് പി ബ്ലോക്ക് പി ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ എല്ലിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എമ്മിന്റെ വാല്യൂ -1, 0, +1 എന്നിങ്ങനെ 2l+1 വാല്യൂസ് പോസിബിൾ ആ. 3 വാല്യൂസ് ഉണ്ട്. അങ്ങനെ 3 വാല്യൂ ഉള്ളത് കൊണ്ടാണ് അവിടെ 3 ആൾക്കാർ എന്ന് പറയുന്നത്. മൈനസ് ഇത് പി എക്സ് ആണ്, 0യിൽ വരുന്നത് പി സെഡും ദിസ് ഈസ് പി വൈ. അതായത് അതിന്റെ അസൈൻ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. -1 എന്നുള്ളത് ഒന്നുകിൽ പി എക്സ് ആവാം അല്ലെങ്കിൽ പി വൈ ആകാം. അതുപോലെ +1 പി എക്സോ പി വൈ ആകാം. 0 എന്നുള്ളത് പി സെഡിന് നമ്മൾ കൊടുത്തിരിക്കണം. സിമിലർലി യു കൺസിഡർ ഡി ഓർബിറ്റൽ where L value is equal to 2 so that M is equal to -2, -1, 0, +1, +2. അങ്ങനെ എടുക്കുമ്പോ 0 എന്ന് പറയുന്നത് Z കമ്പോണന്റ് മാത്രം വരുന്ന dz² ആണ്. റെഡി?
-1 +1 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന തൊട്ടടുത്തയാൾ ഒരു z കമ്പോണന്റ് വരുന്ന dxz dyz ആണ്. -2 +2 എന്ന് പറയുന്നത് z കമ്പോണന്റുകൾ ഇല്ലാത്ത dx2y2 dxyയുമാണ്. അപ്പൊ ആ എഴുതിയിരിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ ഇതില് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കാണാൻ പഠിക്കുന്നുണ്ട്. h/2π × L × L+1. സിമിലർലി സ്പിൻ ക്വാണ്ടം നമ്പർ, സ്പിൻ ആംഗുലാർ മൊമെന്റം ആണെങ്കിൽ h/2π × S × S+1 എന്നൊക്കെയുള്ള ഇക്വേഷൻസ് നിങ്ങൾ ഓർമ്മിക്കുക. ക്വാണ്ടം നമ്പേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു റേഡിയൽ ഫംഗ്ഷനും ആംഗുലാർ ഫംഗ്ഷനും ഉണ്ടാവും അല്ലെ. അതായത് നമ്മുടെ കയ്യിലുള്ള ഓർബിറ്റലുകളുടെ ഷേപ്പുകൾ അനലൈസ് ചെയ്യുക. എസും പിയും ഡിയും എഫും ഒക്കെ എവിടെയുള്ളത് നമുക്കറിയാം. ഇനിയിപ്പോ ഇതിന്റെ 1s 2s 3s ഇവരുടെ കോണ്ടൂർ ഡയഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത. അപ്പൊ ഇലക്ട്രോണുകൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. 2sന്റെ കേസിൽ റേഡിയൽ നോഡ് കാണാൻ n-l-1 എന്ന ഇക്വേഷൻ കൊടുക്കുക. 1s ആണ് എടുക്കുന്നതെങ്കിൽ n 1 ആണ്, l 0 ആണ്, -1 0. സോ യു ഹാവ് 0 നോഡ്. 2sന് ഒരു നോഡ് ഉണ്ട്, 3sന് 2 നോഡ് ഉണ്ട്. അങ്ങനെ നോഡുകളെ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളും വരാം. അതാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ സൈ വേഴ്സസ്, അതായത് നിങ്ങളുടെ ഫങ്ഷൻസ് വേഴ്സസ് വേവ് ഫംഗ്ഷൻ വേഴ്സസ് റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇതാണ് 1sന്റെ കേസിൽ, ഇതാണ് 2s. അപ്പോ ഒരു നോഡ് കാണാൻ പറ്റിയാൽ അത് 2s ആണെന്ന് മനസ്സിലാക്കാം. സൈ സ്ക്വയർ ആണെങ്കിൽ പ്രോബബിലിറ്റിയാ. സൈ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഡെൻസിറ്റി നെഗറ്റീവ് ആകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ സൈയുടെ ഗ്രാഫ് വരച്ചതുപോലെ തന്നെ, പക്ഷെ താഴേക്കുള്ളത് മേലേക്കായിട്ട് മാറി എന്ന വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വരുന്ന ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നോഡുകൾ എണ്ണി നോക്കിയിട്ട് ആരാണ് നമ്മുടെ കയ്യിലുള്ള ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കണം. ഇവിടെ 2pയുടെ കേസിൽ n-l-1 റേഡിയൽ നോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ 2 - 1 - 1 0 ശരിയാണ്. ന്യൂക്ലിയസ് തൊട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 6 റേഡിയസ് വരെ നോഡുകളെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ. റെഡി? യെസ് യെസ് യെസ്. സോ ലെറ്റ് us see a few questions from that segment. ഇതിന്റെ ആൻസർ എന്താ? Now this is very easy. അതായത് പ്രത്യേകിച്ച് പീരിയോഡിക് ടേബിൾ അറിയുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. In the 6th period, the orbitals that are filled are. Orbitals that are filled are. ആദ്യം നിങ്ങൾ ഒറ്റയടിക്ക് ആലോചിക്കുക. 6th പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലാന്തനോയിഡുകൾ അടക്കം വരുന്നവരാണ്. 6th പീരീഡ് ആലോചിച്ചാൽ അതിൽ S ബ്ലോക്ക് ഉണ്ട്, അത് 6s ആ. P ബ്ലോക്ക് ഉണ്ട്, അവർ 6p ആണ്. D ബ്ലോക്ക് ഉണ്ട്, D ബ്ലോക്കിന് 6d എന്നാണ് എഴുതുക, അല്ല 5d ആ. കാരണം എന്താ? 4ാമത്തെ പീരീഡിൽ 4s 3d എന്നല്ലേ എഴുതുക. അപ്പൊ 6ാമത്തെ പീരീഡിലാണെങ്കിൽ 6s 5d എന്ന് എഴുതുക. ലാന്തനോയിഡുകൾ ഉള്ളത് കൊണ്ട് F ഏതാ? 4f ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? റെഡി റെഡി റെഡി? യെസ് യെസ് യെസ്. അപ്പൊ എപ്പോഴും അല്ലടെ ഉപയോഗിച്ച് നിങ്ങൾ നോഡുകൾ എണ്ണി നോക്കിയിട്ട് തന്നെ പറയണം അത്. ഇപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ ഇത്രയും ആൾക്കാരെ തന്നിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. യു ഗെറ്റ് ഓപ്ഷൻ എ. സത്യത്തിൽ നിങ്ങൾ n+l വാല്യൂ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ 6ാമത്തെ പീരീഡിൽ വരുന്ന ഓർബിറ്റലുകൾ കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അത് ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റെഡി? യെസ് യെസ് യെസ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല രസമുള്ള ഒരു ചോദ്യമാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി. പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ സംബന്ധിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയണം. എക്സാക്ട് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ്. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ക്യാൻ ബി 0 ഫോർ 1s ഓർബിറ്റൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, 1s ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാൽ റേഡിയൽ നോഡ് എന്ന് പറഞ്ഞ n-l-1 ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം 1sനെ സംബന്ധിച്ചിട്ട് ഇറ്റ് ഈസ് 0. റേഡിയൽ നോഡ് 0 ആണ്. അപ്പൊ ഇവിടെ നോഡില്ല. നോഡിലല്ലേ പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആവുക. നോഡില്ല എന്ന് പറഞ്ഞാൽ സൈ സ്ക്വയറിന് 0 ആവാൻ കഴിയില്ല എന്നർത്ഥം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ,
ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ക്ലിയർ ആണോ? യെസ് 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 യെസ്. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഫോർ 2p ഓർബിറ്റൽ എന്നാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, റേഡിയൽ നോഡ് 2pക്ക് നിങ്ങൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ n-l-1 ആണ്. 2pയുടെ കേസിൽ n-l-1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അഗൈൻ യു അണ്ടർസ്റ്റാൻഡ്, നോ നോട്ട്. അതുകൊണ്ട് സൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരിക്കലും 0 അല്ല. പക്ഷെ ഇവര് 0 എന്നല്ല, നെഗറ്റീവ് എന്നാ പറഞ്ഞേ. സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് അല്ലല്ലോ. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞത് തെറ്റിപ്പോയി. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 3pയെ സംബന്ധിച്ച് ഇറ്റ് ക്യാൻ ബി 0. n-l-1 ചെയ്താൽ ഇറ്റ് ഈസ് 3 - 1 - 1 ഈസ് ഈക്വൽ ടു 1. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒരു നോഡ് ഉണ്ട്. എടാ നോഡ് ഉള്ളിടത്ത് സൈ 0 ആണ്, സൈ സ്ക്വയർ 0 ആണ്. ഇറ്റ് ക്യാൻ ബി. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. സി ഈസ് പോസിബിൾ. അതാണ് നിങ്ങളുടെ ആൻസർ. നാലാമത്തെ ഓപ്ഷനും കൂടി ചെക്ക് ചെയ്യും. 2s ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാൽ റേഡിയൽ നോഡ് എന്ന് പറയുന്നത് എത്രയാ? നിങ്ങൾക്ക് 0 കിട്ടും. അപ്പൊ എന്താ? റേഡിയൽ നോഡ് 2sനെയാണ് എടുക്കുന്നതെങ്കിൽ 1 എന്നാ കിട്ടുക. n-l-1 ഈസ് ഈക്വൽ ടു 2 - 0 - 1. അപ്പൊ ഒരു നോഡ് ഉണ്ടെങ്കിൽ അവിടെ സൈ സ്ക്വയർ 0 ആവാം. ക്യാൻ നെവർ ബി 0 എന്നുള്ളത് തെറ്റാണ്. ഇവിടെ ശരിയായിരിക്കുന്നത്, വിഷ്ണു ഒന്നുകൂടി നോക്കുക, ശരിയായിരിക്കുന്നത് സി ആണ്. പറഞ്ഞ ക്ലിയർ ആയോ? റെഡി? യെസ് യെസ് യെസ്. അടുത്തൊരു ചോദ്യം. ദിസ് ഈസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കൺസിഡർ hypothetical situation where the azimuthal quantum number L takes the values 0, 1, 2, etc. to n plus 1, where n is the principal quantum number. സാധാരണ രീതിയിൽ ഒരു n-ന്റെ വാല്യൂ തന്നാൽ L values are 0, 1, 2, etc. to n-1. n-1 വരെ മാത്രമേ L-ന്റെ വാല്യൂസ് പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പറഞ്ഞത് കൺസിഡർ ദി ഹൈപ്പോത്തറ്റിക്കൽ കേസ് വിത്ത് ദിസ് വാല്യൂ. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ എന്റെ കയ്യിൽ n1 ആണെന്ന് വിചാരിക്കാം. അപ്പൊ L-ന്റെ വാല്യൂ എത്രയാ? 0, 1, 2. കാരണം n+1 വരെ L-ന്റെ വാല്യൂ പോസിബിൾ ആ. n+1 എന്ന് പറഞ്ഞ് ഇവിടെ n1 ആണെങ്കിൽ 2 വരെ പോസിബിൾ ആണ്. 0, 1, 2 എന്ന് പറഞ്ഞ എനിക്കിവിടെ 1s കിട്ടും. L0 എന്ന് പറഞ്ഞ s ഓർബിറ്റലാ. L1 എന്ന് പറഞ്ഞാൽ p ഓർബിറ്റലാ. അപ്പൊ 1ൽ തന്നെ p ഓർബിറ്റലും കിട്ടും. ഹൈപ്പോത്തറ്റിക്കൽ കേസ് ആണ്. 1d. ഇതാണ് നിങ്ങളുടെ കൺക്ലൂഷൻ. ഇനിയിപ്പോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് n2 ആണെന്ന് വിചാരിക്കേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? n2 ആണെങ്കിൽ L-ന്റെ വാല്യൂ 0 തൊട്ട് 2 + 1 വരെ, അതായത് 0, 1, 2, 3 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ s പോസിബിൾ ആണ്, p പോസിബിൾ ആണ്, d പോസിബിൾ ആണ്, f പോസിബിൾ ആണ്. ഇതാണ് ഹൈപ്പോത്തറ്റിക്കൽ കേസ്. ചോദ്യം തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിരിക്കുന്നത് കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ, ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 9 ഈസ് ദി ഫസ്റ്റ് ആൽക്കലി മെറ്റൽ. അറ്റോമിക് നമ്പർ 9 ആണെന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? 1s2, അത് കഴിഞ്ഞിട്ട് 1p6. 1ൽ 1p ഉണ്ടല്ലോ, അപ്പൊ 6, 2, 8, ഒരാൾ ബാക്കി. സോ ദിസ് ഈസ് 1d1. അത് ഡിയിലല്ലേ വരുക. ആൽക്കലി മെറ്റൽ എന്ന് പറയുന്നത് തെറ്റല്ലേ? എസിലാണോ വന്നത്? നോ. സോ ദാറ്റ് ഈസ് റോങ്. അടുത്ത നിങ്ങൾ ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ 13 ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഫില്ല് ചെയ്യുക. 1s2, 1p6, പിന്നെ എന്താ 1d13 വേണ്ട. ഇപ്പൊ തന്നെ 6, 2, 8 ആയി. 9, 10, 11, 12, 13. 1d5. d5 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽ അല്ലേ? അതെ, അത് ശരിയാണ്. യുവർ ആൻസർ ഈസ് ബി. ബി ആണ് ആൻസർ വരുന്നത്. മൂന്നാമത്തത് നോക്കിയാൽ 8 ഈസ് ദ ഫസ്റ്റ് നോബിൾ ഗ്യാസ്. 8 എന്ന് ഞാൻ എഴുതിയാൽ ദിസ് ഈസ് 1s2, 1p6 എന്ന് പറയാം. അത് ശരിയാണ്. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ഫില്ലാവണ്ടേ? ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ഫില്ലാവണം എന്ന് പറഞ്ഞാൽ 1s2, 1p6, 1d10 എന്നാവണ്ടേ? എന്ന് പറഞ്ഞാ ആദ്യത്തെ നോബിൾ ഗ്യാസിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10. 18 വന്നാലേ ഫസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആവും, അഥവാ അതിലെ സബ് ഷെല്ല് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ 8 ഈസ് ദ ഫസ്റ്റ് നോബിൾ ഗ്യാസ് ഈസ് റോങ്. ഫസ്റ്റ് നോബിൾ ഗ്യാസിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 18 ആണ്. നാലാമത്തെ ഓപ്ഷന് കൂടി നോക്കുക. 6 ഹാസ് 2p വാലൻസ് ഷെൽ. 6 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1s2, 1p4. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി 2p വാലൻസ് ഷെൽ അല്ല, 2p അല്ല വരുന്നത്, 1p ആണ് നിങ്ങൾക്ക് വരുന്നത്.
അപ്പൊ അതിൽ കറക്റ്റ് ആയിരിക്കുന്നത് ബി ആണ്. ബി മാത്രമേ അതിൽ ശരിയായിട്ട് വരുന്നുള്ളൂ. ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, the number of subshells associated with n is equal to 4 and m is equal to -2 quantum numbers are. വേഗം പറഞ്ഞു. It's very easy. n is equal to 4 എന്ന് പറഞ്ഞു. n is equal to 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിൽ 4s ഉം 4p ഉം 4d ഉം 4f ഉണ്ടല്ലോ. n 4 എന്ന് പറഞ്ഞാൽ m -2 ആണ്. പക്ഷെ നിങ്ങൾക്കറിയാം 4s നെ സംബന്ധിച്ച് s വന്നാൽ l 0 ആണ്. അപ്പൊ m 0 അല്ലേ വരുള്ളൂ, -2 വരുവോ? ഇല്ല. p എന്ന് പറഞ്ഞാൽ l 1 ആ. അപ്പൊ അവിടെ m എത്രയാ? -1 ഉം 0 ഉം +1 ആ വരിക. -2 വരൂലടാ. ഡിയുടെ കേസിൽ l 2 ആ. അപ്പൊ അവിടെ m -2 പോസിബിൾ ആണ്. എഫിന്റെ കേസിൽ l 3 ആ. അവിടെ -3 -2 പോസിബിൾ ആണ്. അപ്പൊ -2 എന്ന വാല്യൂ വരുന്ന രണ്ടാൾക്കാർ, ഒന്ന് 4Dയിലുള്ള ഒരാളും 4Fൽ വരുന്ന മറ്റൊരാളെയും കാണാം. അങ്ങനെ രണ്ടുപേരെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഗോപിക മാം, അപ്പൊ ഇങ്ങനെ വരുമ്പോ ഓർഡർ ഓഫ് ഫില്ലിംഗ് 1s 1p 1d എന്ന് തന്നെ ആവുമോ? യെസ്. അപ്പോഴേ n+l വാല്യൂ ആണ് നമ്മൾ റൂളാണ് കൊടുക്കുക ഗോപിക. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോ ഹൈപ്പോത്തറ്റിക്കൽ കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 ഫില്ല് ചെയ്ത് 2 ഫില്ല് ചെയ്ത് അങ്ങനെ പോകണം കേട്ടോ. ഹൈപ്പോത്തറ്റിക്കൽ കേസ് ആയതുകൊണ്ട്. റെഡി? യെസ്. നെക്സ്റ്റ്, അതിന് സിമിലർ ആയിരിക്കുന്ന മറ്റൊരു ചോദ്യം. The number of orbitals associated with the quantum numbers n is equal to 5, spin quantum number plus half. n is equal to 5 ആണ്. n 5 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്ര പോസിബിൾ ആ? n² ആണ്. 25 ഓർബിറ്റൽസ് ആ പോസിബിൾ ആവാ. എടാ, ഓരോ ഓർബിറ്റലിലും +12 ഒരാളെ ഫില്ല് ചെയ്യാലോ. സോ വാട്ട് ഈസ് നമ്പർ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തന്നിരിക്കുന്നതിൽ ഈച്ച് ഓർബിറ്റൽ ഹാസ് +12 സ്പിൻ ആൻഡ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ +12 സ്പിന്നില് എത്ര ഓർബിറ്റൽ ആണോ ഉള്ളത് അതിൽ +12 വെച്ചിട്ട് ഓരോന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ 25 തന്നെ കിട്ടൂലേ നിങ്ങൾക്ക്? യെസ്, യുവർ ആൻസർ ഈസ് ദിസ്. ബി ആണ് വരുന്നത്. റെഡി? നെക്സ്റ്റ്, the electrons are more likely to be found. സൈയുടെ ഗ്രാഫ് തന്നു. ഒന്ന് ഗ്രാഫ് എല്ലാരും നോക്കുക. വളരെ സിമ്പിൾ ആണ്. ഗ്രാഫ് കാണുമ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സൈ എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി വേവ് ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നു. വേവ് ഫംഗ്ഷൻ വേഴ്സസ് എക്സ് അല്ലെങ്കിൽ റേഡിയസിന്റെ ഗ്രാഫ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഫംഗ്ഷൻ ക്യാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. എന്തിരുന്നാലും എന്തൊക്കെ വന്നാലും σ² മാക്സിമം ആകുമ്പോഴാണ് മാക്സിമം പ്രോബബിലിറ്റി നമുക്ക് ഉണ്ടാവുന്നത്. ഇലക്ട്രോണുകളെ കൂടുതൽ കാണാൻ സാധ്യതയുള്ളത് σ² മാക്സിമം ആകുമ്പോഴാണ്. അപ്പൊ നിങ്ങളുടെ σ² മാക്സിമം ആകുന്ന പോയിന്റ് ആണ് നിങ്ങളോട് ചോദ്യം. The electrons are more likely to be found എന്നതാ ചോദ്യം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ, എയും സിയും അല്ലേ പീക്ക് വാല്യൂസ്, അതിന്റെ സ്ക്വയർ ഹൈ വാല്യൂസ് അല്ലേ. സോ ഏത് റീജിയനിലാ? എ സി അല്ലേ? എ സി എന്ന റീജിയൻ ആണ്. ദി ഓപ്ഷൻ ഈസ് എ. ബി എന്ന് പറയുന്നത് നോഡിനെ സൂചിപ്പിക്കുന്നു. സൈ അവിടെ 0 ആ. അപ്പൊ അത് നോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, the graph between σ² and r is shown below. This represents σ²ന്റെ ഗ്രാഫ്. നിങ്ങൾക്ക് ഇത് ആരാന്ന് പറയാമോ? എടാ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഗ്രാഫ് തുടങ്ങി അവസാനിക്കുന്നതിന്റെ ഇടയിൽ ഒരു നോഡ് കാണാം. അപ്പൊ ഒരു നോഡ് ഉള്ളവരെ നിങ്ങൾ കണ്ടുപിടിക്കണം. 3s എടുത്തു, n-l-1 ചെയ്യാം. 3s സംബന്ധിച്ച് 3 - 0 - 1 2 നോഡ് വരണം. അതല്ല. 2s സംബന്ധിച്ച് 2 - 0 - 1 ഒരു നോഡ്. അതാണ് ആൻസർ. ഒരു നോഡാ വന്നത്. 1s സംബന്ധിച്ച് 1 - 0 - 1 എന്ന് പറഞ്ഞ നോഡ് ഒന്നുമില്ല. 2p സംബന്ധിച്ച് 2 - 1 - 1 എന്ന് പറഞ്ഞാൽ അവിടെയും നോഡ് ഒന്നുമില്ല. യു ഗെറ്റ് ഓപ്ഷൻ ബി ഓൺലി. ബി തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. മനസ്സിലായോ? വൺ മോർ ക്വസ്റ്റ്യൻ. വാട്ട് അബൌട്ട് ദിസ്? നേരത്തെ പറഞ്ഞതിന് ഡൗട്ട് ഇല്ലല്ലോ. ആ ചോദ്യം പറഞ്ഞത് ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൻ്റെത് എന്താ? The quantum number of the 4 electrons are given below. ക്വാണ്ടം നമ്പേഴ്സ് തന്നു. എന്താ ചോദ്യം വരും? ക്വാണ്ടം നമ്പേഴ്സ് എന്ന്. ചോദ്യം കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ പറയണം. നമുക്കറിയാം നമ്മൾ n+l വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻക്രീസിങ് ഓർഡർ പറയാം. ഓരോന്നിന്റെയും n+l വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ
4ഉം 2ഉം 6, 3ഉം 2ഉം 5, 4ഉം 1ഉം 5, 3ഉം 1ഉം 4. അപ്പൊ നമുക്ക് മനസ്സിലായി എനർജി ഏറ്റവും കുറവ് നാലാമത്തതിനാണ്. കാരണം n+l വാല്യൂ കുറവാ. ഏറ്റവും കൂടുതൽ ഒന്നാമത്തതിനാണ്. സെക്കൻഡിനും തേർഡിനും ഒരേ എനർജി ആണോ? അല്ല. ലോവർ n വാല്യൂ വരുന്നതിനാണ് ലോവർ എനർജി. അപ്പൊ നിങ്ങൾക്ക് n വാല്യൂ വന്നിരിക്കുന്നത് 2-നാണ്. സോ 4, 2, 3, 1 എന്നുള്ള ഓപ്ഷൻ ഏതാ കൊടുത്തത്? സി ആണ്. യുവർ ആൻസർ ഈ സി ആണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നത്. അതിൽ ഡൗട്ട് ഒന്നുമില്ല. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി സെഷൻ ടുഡേ. The size of isoelectronic species Cl- argon Ca2+ is affected by. സൈസ് എഫക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അസിമുതൽ ക്വാണ്ടം നമ്പർ L ആണോ? ഇലക്ട്രോൺ ഇന്ററാക്ഷൻ, ഇലക്ട്രോൺ റിപ്പൾഷൻ അനുസരിച്ചിട്ട് സൈസ് കൂടും കുറയും എന്നതാണോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N നോക്കിയിട്ടാണോ? അതോ ന്യൂക്ലിയർ ചാർജ് ആണോ? ഏതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്? ആലോചിക്കണേ, പറഞ്ഞേ. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളുടെ കേസിൽ സൈസ് ഡിഫർ ചെയ്യുന്നത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാരണമല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളത് ശ്രദ്ധിക്കണം. അതല്ലായിരുന്നുവെങ്കിൽ ഐസോ ഇലക്ട്രോണിക് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ, എന്നെ കൂടുമ്പോ സൈസ് കൂടും. ദാറ്റ് ഈസ് കറക്റ്റ്. ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഒരേ ഇലക്ട്രോണുകൾ കിട്ടണമെങ്കിൽ അതിന്റെ എൻ എല്ലാം സെയിമാ. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ല. റെഡി? അസിമുതൽ ക്വാണ്ടം നമ്പർ പറയാനില്ലല്ലോ. ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരേ ഫില്ലിംഗ് അല്ലേ അവിടെ സംഭവിച്ചത്. ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ഇത്രയാണ് ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ അഗൈൻ ഡു എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, പ്രാക്ടീസ് എ ലോട്ട്. Yes, so that is about the session. Thank you guys. Thank you. Good night.